ശ്രദ്ധിക്കണം. യേശുവിനെ രക്ഷകനും നാഥനും രാജാവുമായി ഒരു വ്യക്തി ഏറ്റെടുത്ത് പ്രഖ്യാപിക്കുമ്പോൾ ആ വ്യക്തിയിൽ സംഭവിക്കപ്പെടുന്ന 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ ശുശ്രൂഷ സമയത്ത് നമ്മൾ ഓരോരുത്തരും ഇത് ഏറ്റെടുത്ത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന് നമ്മൾ പ്രഖ്യാപിച്ച് ഈ ശുശ്രൂഷയിൽ ഒരുമയോടെ പ്രാർത്ഥിക്കുകയാണ്. ഒന്നുമില്ലായ്മയിൽ കർത്താവ് വലിയൊരു അനുഗ്രഹം കൊടുത്ത് ആ പത്രോസിനെയും കൂട്ടരുടെയും വിശ്വാസത്തെ വർദ്ധിപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നിന്നുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ മക്കളെ കുറിച്ച് നിങ്ങളുടെ നെഞ്ചിന്റെ അകത്ത് വല്ലാതെ ഒരു ഭാരം ഉണ്ടല്ലോ, വെറും 0. എന്നാൽ ഈ 0യെ ഹീറോയാക്കാൻ കർത്താവിന് പറ്റും. ഹല്ലേലൂയാ. ദേ, ഈ അപകർഷതാബോധത്തിന്റെ അന്തർമുഖനായിരുന്ന ഈ ചെറുക്കന്റെ ജീവിതം അങ്ങോട്ട് മാറാൻ തുടങ്ങി. അമ്മ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, എടാ മോനെ, നീ വിഷമിക്കണ്ടടാ, ദേ തമ്പുരാനുണ്ടടാ. ഈ ദാരിദ്ര്യം, നിന്റെ ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരുവടാ. എനിക്കും നിനക്കും ഇവിടെ ഇരുന്നു കൊണ്ട് ദൈവത്തെ ആനന്ദിക്കാനും സ്തുതിക്കാനും തക്കവണ്ണം അനുഗ്രഹീതമായ രചനകൾ കുറിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ ദ്രവിച്ച അവസ്ഥ ആ മകന്റെ ജീവിതത്തിൽ കർത്താവ് ഒരുക്കിയത്. രോഗത്തിൽ നിന്ന് ആരോഗ്യത്തിലേക്ക് കർത്താവ് പിടിച്ചുയർത്തും. മിടുക്കനായിട്ടുള്ള തോമസ് മാമ്പള്ളി നന്നായിട്ട് ഡിസൈൻ ചെയ്യും. അങ്ങനെ ജീവിതം അങ്ങനെ വിചാരിക്കുന്നത് പോലെയൊക്കെ അങ്ങോട്ട് മുമ്പോട്ട് നീങ്ങുമ്പോഴാണ് ക്യാൻസർ രോഗം പിടിപെട്ടത്. കണ്ണുനീരോടുകൂടെ ഓരോ ബലിയും അർപ്പിക്കുമ്പോൾ ഈ ബ്രദറിന്റെ മാതാപിതാക്കൾ, ഞാൻ അന്ന് ഡൽഹി ധ്യാന കേന്ദ്രത്തിലാണ്, അൾത്താരയ്ക്ക് മുമ്പിൽ ഇരുന്നു കൊണ്ട് കരയും. രണ്ടുപേരും കരയും. അപ്പന്റെ അമ്മയുടെ സങ്കടം, ഞങ്ങൾ ഇത്രേ സ്നേഹിച്ച് വളർത്തിയിട്ട് തമ്പുരാനെ നിനക്ക് തന്നിട്ട് ഇങ്ങനെ ഒരു ക്യാൻസർ രോഗമാണോ? സങ്കടത്തിന്റെ അങ്ങേയറ്റം. നിനക്ക് പരിചയമുള്ള ഏത് രോഗികളെയും ഇപ്പോൾ മനസ്സിലോർക്കാം, അവരുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുക. നമ്മൾ നന്നായി കുമ്പസാരിച്ചൊരുങ്ങും. പാപമോചനം. കാർഡിനൽ ന്യൂമാൻ ആംഗ്ലിക്കൻ ബിഷപ്പായിരുന്നു. കത്തോലിക്ക സഭയെ അങ്ങേയറ്റം വെറുക്കുകയും കത്തോലിക്ക സഭയ്ക്കെതിരായി അങ്ങേയറ്റം തർക്കിക്കുകയും എഴുതുകയും ചെയ്തുകൊണ്ടിരുന്ന കാർഡിനൽ ന്യൂമാൻ. നമ്മളൊക്കെ ഒത്തിരി പാപികളാണ്, എന്നാൽ നമുക്ക് അഭിമാനിക്കാം. കാരണം കർത്താവായ ക്രിസ്തു എന്റെ പാപത്തിൽ നിന്ന് എനിക്ക് മോചനം നൽകുന്നവനാണ്. ഹല്ലേലൂയാ. ഇതിലും വലിയൊരു അത്ഭുതം ഉണ്ടോ? ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുന്ന വഴി പാപത്തിന്റെ ഏത് ചെളിക്കൂണ്ടിൽ കിടക്കുന്ന വ്യക്തിയെയും കർത്താവ് ഇങ്ങനെ പിടിച്ചുയർത്തും. വെറുതെ നടന്നിരുന്ന ജീവിതത്തിൽ പല പല വഴികളിലൂടെ നടന്നിരുന്നവരെ കർത്താവ് ഇങ്ങനെ വിളിച്ചാലുണ്ടല്ലോ, ആ വിളി അസാധാരണമായ ഒരു കൃപയുടെ വിളിയാണ്. പൗരോഹിത ജീവിതത്തിന്റെ ആദ്യ നാളുകൾ മുതൽ കാണുന്ന മത്തായി സാറ്, ദേ ഇങ്ങോട്ട് നോക്കിക്കേ, ഇങ്ങോട്ട് പോരും മത്തായി ചേട്ടാ. ദേ ഈ സാറ് എത്ര വയസ്സുണ്ടെന്നറിയോ? എത്ര വയസ്സുണ്ട്? 92 വയസ്സുള്ള മനുഷ്യനാണ്. നല്ല ചാക്കക്കുരു പോലെ ഇവിടെ നിന്നുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ അഭിമാനത്തോടെ നിൽക്കുന്നു. നല്ലൊരു വെടിക്കെട്ട് കയ്യടി കൊടുത്തേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ആരായിരുന്നു ഈ മനുഷ്യനെന്നറിയോ? മത്തായി സാറേ, ഒരു 2 വാക്കിലൊന്ന് ചെറുതായിട്ടൊന്ന് പറഞ്ഞു കൊടുത്തേ. ഒരു സാമ്പത്തിക പ്രശ്നം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇതെങ്ങനെ വീട്ടിൽ തീർക്കാം? നമ്മൾ ഇങ്ങനെ ആലോചിച്ച് കുറച്ചും കൂടെ കഴിയുമ്പോൾ ആലോചന തലവേദനയായി, തലവേദന വയറുവേദനയായി, നെഞ്ചരിച്ചിലായി, നെഞ്ചുവേദനയായി. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ചിന്തിക്കുവാണ്, എൻ്റെ ജീവിതം ഭാഗ്യമില്ലാത്തതാണ്, എൻ്റെ ജീവിതം ഇതിങ്ങനെ തീരാനുള്ളതാണ്. എന്തൊരു ജീവിതം! യേശുവിനെ രക്ഷകനും നാഥനും രാജാവുമായി ഏറ്റുപറയുമ്പോൾ ഒരു വ്യക്തിയിൽ ചില കാര്യങ്ങൾ സംഭവിക്കപ്പെടും. ഇന്നത്തെ ദിവസത്തിൽ നമ്മളിത് ഏറ്റെടുത്ത് പ്രഖ്യാപിക്കുമ്പോൾ നമ്മുടെ അനുദിന ജീവിതത്തിൽ ചില കാര്യങ്ങൾ സംഭവിക്കപ്പെടും. തിരുവചനത്തിന്റെ വെളിച്ചത്തിൽ അല്പസമയം ആ മേഖലകൾ നമ്മളൊന്ന് ധ്യാനിച്ച് പ്രാർത്ഥിക്കാൻ പോവാണ്. ബൈബിൾ ഉള്ളവര് ബൈബിളൊക്കെ എടുക്കണം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം. ഈ 5-ാം അധ്യായം നമുക്ക് നൽകുന്ന 5 വാഗ്ദാനങ്ങളാണ് ഇപ്പോൾ നമ്മൾ പഠിച്ച് പ്രാർത്ഥിക്കാൻ പോകുന്നത്. ശ്രദ്ധിക്കണം. യേശുവിനെ രക്ഷകനും നാഥനും രാജാവുമായി ഒരു വ്യക്തി ഏറ്റെടുത്ത് പ്രഖ്യാപിക്കുമ്പോൾ ആ വ്യക്തിയിൽ സംഭവിക്കപ്പെടുന്ന 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ ശുശ്രൂഷ സമയത്ത്
നമ്മൾ ഓരോരുത്തരും ഇത് ഏറ്റെടുത്ത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന് നമ്മൾ പ്രഖ്യാപിച്ച് ഈ ശുശ്രൂഷയിൽ ഒരുമയോടെ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്വർഗ്ഗത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ലൂക്കാസ് വിശേഷം തുറന്നോ? 5-ാം അധ്യായം. ഈ 5-ാം അധ്യായത്തിലേക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പ് 4-ാം അധ്യായത്തിൽ അത്രമേൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. 4-ാം അധ്യായം 18-ാം തിരുവചനത്തിലാണ് ഈശോ തന്റെ പരസ്യ ജീവിതം ആരംഭിക്കുന്നത്. ഈശോ പരസ്യ ജീവിതം ആരംഭിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് ഈശോ തന്റെ പരസ്യ ജീവിതം ആരംഭിക്കുന്നത്. എന്തു പറഞ്ഞുകൊണ്ടാണ് ഈശോ പരസ്യ ജീവിതം ആരംഭിക്കുന്നത്? ലൂക്കാസ് വിശേഷം 4-ാം അധ്യായം 18-ാം തിരുവചനം, കർത്താവിന്റെ ആത്മാവ് എന്റെ മേൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഈശോ പറയാണ്, പരിശുദ്ധാത്മാവ് എന്റെ മേലുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇങ്ങനെ പറഞ്ഞതിന് ശേഷം ഈശോ പിന്നീട് ഈ പറഞ്ഞ ചില കാര്യങ്ങൾ എപ്രകാരം ഒരു ദൈവമകന്റെ മകളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു എന്നുള്ളത് കൃത്യം വ്യക്തമായി പഠിപ്പിക്കുന്ന അധ്യായമാണ് 5-ാം അധ്യായം. ലൂക്കാസ് വിശേഷം 5-ാം അധ്യായം, സെന്റ് ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 5. ഈ 5-ാമത്തെ അധ്യായത്തിൽ 5 പ്രധാനപ്പെട്ട സംഭവങ്ങളിലൂടെ ഇവിടെ ഇരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ഈശോ ചില കാര്യങ്ങൾ നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ പ്രവർത്തിച്ച് കാണിച്ചു തരികയാണ്. നമ്മൾ ആദ്യത്തെ വിശുദ്ധ ഗ്രന്ഥം ലൂക്കാസ് വിശേഷം 5-ാം അധ്യായം നൽകുന്ന ഒരു വലിയ വാഗ്ദാനത്തെ സ്വീകരിച്ച് പ്രാർത്ഥിക്കുകയാണ്. 5-ാം അധ്യായം ബൈബിൾ തുറക്കുന്നു. 5-ാം അധ്യായം അതിന്റെ 4 മുതലുള്ള വചനങ്ങൾ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശിമയോനോട് പറഞ്ഞു, ആഴത്തിലേക്ക് നീക്കി മീൻ പിടിക്കാൻ വലയിറക്കുക. ശിമയോൻ പറഞ്ഞു, ഗുരു, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വലയിറക്കാം. വലയിറക്കിയപ്പോൾ വളരെയേറെ മത്സ്യങ്ങൾ അവർക്ക് കിട്ടി. അവരുടെ വല കീറിത്തുടങ്ങി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. രാത്രി മുഴുവൻ അധ്വാനിച്ച മീൻപിടുത്തക്കാരായ ശിഷ്യന്മാർ, പത്രോസ് നല്ല ഒന്നാന്തരം മീൻപിടുത്തക്കാരനാണ്. കടലിന്റെ ഓരോ മുക്കും മൂലയും നന്നായി അറിയുന്നവനാണ്. എവിടെ വലയിറക്കിയാൽ മീൻ കിട്ടുമെന്ന് അത്രമേൽ കഴിവുള്ളവനാണ്. എന്നാൽ ഈ പത്രോസും കൂട്ടരും ആ രാത്രി മുഴുവൻ വലയിറക്കി ഒന്നും കിട്ടിയില്ല, ഒരു പൊടിമീൻ പോലും കിട്ടിയില്ല. പക്ഷേ വചനത്തിൽ പറയുന്നു, ഈശോ പറഞ്ഞതനുസരിച്ച് ചെയ്തപ്പോൾ ഒന്നുമില്ലായ്മയിൽ കർത്താവ് വലിയൊരു അനുഗ്രഹം കൊടുത്ത് ആ പത്രോസിനെയും കൂട്ടരുടെയും വിശ്വാസത്തെ വർദ്ധിപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും ദൈവത്തിന്റെ ആത്മാവ് കൃത്യം വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരു പക്ഷേ നീ ഇപ്പോ ഇരിക്കുന്നത് കടൽ തീരത്ത് ഒഴിഞ്ഞ വലയുമായിട്ട് ശൂന്യമായിട്ടിരിക്കുന്ന ഒരു മുഖമായിരിക്കാം. അതായത് കടലിലേക്ക് നോക്കിക്കൊണ്ട് ശൂന്യമായ വലയുടെ മുമ്പിൽ ഇരിക്കുന്ന ആ മുക്കുവന്റെ അവസ്ഥയുണ്ടല്ലോ, അതൊരു വല്ലാത്ത വേദനാജനകമായ അവസ്ഥയാണ്. കാരണം ഇനി എന്നാ കിട്ടാനാ, ഇനി എന്നാ ചെയ്യാനാ, എന്നെ കൊണ്ട് പറ്റാവുന്നത് മുഴുവൻ ഞാൻ ചെയ്തു കഴിഞ്ഞു. എന്റെ ശരീരം കൊണ്ട് അധ്വാനിക്കുന്നത് മുഴുവൻ ഞാൻ അധ്വാനിച്ചു കഴിഞ്ഞു. രാത്രി മുഴുവൻ ഞാൻ ഇവിടെ കിടന്ന് അധ്വാനിച്ചു, പക്ഷെ ഒരു പൊടിമീൻ പോലും കിട്ടിയില്ല. ഇനി ഞാൻ എന്തു ചെയ്യും? ഒഴിഞ്ഞ വലയുമായിട്ട് കടലിന്റെ വിദൂരതയിലേക്കും കണ്ണും നട്ടിരിക്കുന്ന മുക്കുവന്റെ അവസ്ഥ ഇവിടെ ഇരിക്കുന്ന എനിക്കും നിനക്കും ഉണ്ട്. ആമേൻ പറഞ്ഞേ, ആമേൻ. ഉണ്ടെന്ന് എന്റെ പ്രിയപ്പെട്ടവരെ, കടലിന്റെ തിരമാലകളെ നോക്കിക്കൊണ്ടല്ല ഇരിക്കുന്നത്. പക്ഷേ വീട്ടിൽ അങ്ങനെ ഇരിക്കാറില്ലേ? മകനെ നോക്കിക്കൊണ്ട് ദൈവമേ ഇതെന്താകും ദൈവമേ ഭാരപ്പെടാറില്ലേ? മകളെ നോക്കി ഭാരപ്പെടാറില്ലേ? ഉണ്ടല്ലോ. കയ്യിലെ സമ്പാദ്യം എല്ലാം പോയി, വീടിങ്ങനെ ജപ്തി കയറാൻ നിൽക്കുന്നു. ഭാരപ്പെട്ട് നിൽക്കുന്നവരുടെ മുഖമുണ്ടെന്ന് ഉണ്ട്. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന അനേകരുടെ ഭാരമാണ് ഈ വചനത്തിൽ കർത്താവ് ഇപ്പോൾ പഠിപ്പിക്കുന്നത്. ഇവിടെ നിന്നുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ മക്കളെ കുറിച്ച് നിങ്ങളുടെ നെഞ്ചിന്റെ അകത്ത് വല്ലാതെ ഒരു ഭാരം ഉണ്ടല്ലോ. അങ്ങ് വിദേശങ്ങളിലൊക്കെ ഒത്തിരി സ്വപ്നങ്ങളുമായിട്ട് പോയതല്ലേ,
ഈ നാളുകളിലൊക്കെ ഒത്തിരി മക്കൾ നാട്ടിൽ വിദേശങ്ങളിൽ നിന്നൊക്കെ ഫോൺ വിളിച്ചു പറയും, അച്ഛാ ഒന്ന് പ്രാർത്ഥിക്കണം അച്ഛാ, വീടിന്റെ രക്ഷയാണ് എന്റെ ജീവിതം. കിട്ടിയിരുന്ന പണം മുഴുവൻ എവിടുന്നൊക്കെ സംഘടിപ്പിച്ചെടുത്ത് വീട്ടുകാർ പറഞ്ഞയച്ചതാ വിദേശത്ത്. അച്ഛാ ഈ നാട്ടിൽ നിൽക്കാൻ പറ്റുന്നില്ല, വിസ അങ്ങോട്ട് നിലനിൽക്കുന്നു തോന്നുന്നില്ല അച്ഛാ, എങ്ങനെയെങ്കിലും ഇനി നാട്ടിലോട്ട് കയറിപ്പോരേണ്ടി വരും, ഇനി ഞാൻ വന്നിട്ട് എന്നാ ചെയ്യാൻ അച്ഛാ? അച്ഛാ വീട്ടിലുള്ളവർക്ക് അവസ്ഥയൊന്നും അറിഞ്ഞുകൂടാ അച്ഛാ, വല്ലാണ്ട് കഷ്ടപ്പെടുക, രണ്ടറ്റവും കൂട്ടിമുറ്റിക്കാൻ വല്ലാണ്ട് കഷ്ടപ്പെടുക അച്ഛാ, നാട്ടിലുള്ളവർക്കൊന്നും മനസ്സിലാവുന്നില്ല, ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല അച്ഛാ, അല്ലാത്ത ഭാരം, PR കിട്ടുന്നില്ല, ഒരു പാർട്ട് ടൈം ജോലി പോലും കിട്ടുന്നില്ല, ഇനി ഞാൻ എന്നാ ചെയ്യും? ഒഴിഞ്ഞ വലയുമായിട്ടിരിക്കുന്ന മുക്കുവന്റെ മുഖം ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും മനസ്സിലുണ്ടെന്ന്. അത് സാമ്പത്തിക കാര്യങ്ങളെ കുറിച്ച് മാത്രമൊന്നുമല്ല, ജീവിതത്തിന്റെ എണ്ണിയാൽ ഒടുങ്ങാത്ത വിഷയങ്ങളുമായിട്ടിരിക്കുമ്പോ ഈ ഭാരം മനസ്സിലുണ്ട്. ദൈവമേ ഇനി എന്നതാ ചെയ്യണ്ടേ? ഇങ്ങോട്ട് നോക്കിക്കേ, ഇന്ന് ഈ അനുഗ്രഹീത ദിനത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് പറയുന്നു, സീറോയായിരിക്കുന്ന ഒഴിഞ്ഞ വലയിടുമായിട്ട് ഇരിക്കുന്ന നിന്റെ ജീവിതത്തിൽ കർത്താവ് നിന്നിൽ അത്ഭുതകരമായി പ്രവർത്തിക്കും. വിശ്വസിക്കുന്നവര് 2 കരങ്ങൾ ഉയർത്തി ഒച്ചത്തിൽ ഒരു ആമേൻ പറഞ്ഞേ. ആമേൻ. ഇത് പറയുമ്പോഴുണ്ടല്ലോ, പറയുന്ന ഞാൻ, കേൾക്കുന്ന ഓരോരുത്തരും അത് ഏറ്റെടുത്തോണം. യെസ്, എന്റെ ജീവിതത്തിൽ ഇത് സംഭവിക്കട്ടെ, എന്റെ ജീവിതത്തിൽ ഇത് സംഭവിക്കട്ടെ, ഏറ്റെടുത്തോണം. എന്റെ ജീവിതത്തിൽ ഇത് സംഭവിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒഴിഞ്ഞ വലയുമായിട്ടിരിക്കുന്ന പത്രോസ് സംഘവും എന്റെയും നിന്റെയും ഒരു പ്രതിനിധിയാണ്. ശൂന്യത, എന്താ ചെയ്യണ്ടെന്നൊരു പിടുത്തം കിട്ടാതിരിക്കുന്ന ഒരു അവസ്ഥ. ഫ്രാൻസിസ് ഡി സെയിൽസ് എന്ന് പറയുന്ന ഒരു വിശുദ്ധനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അതായത് അതിസമ്പന്നനായ ഒരു മനുഷ്യനായിരുന്നു. അതിസമ്പന്നനായ ഒരു മനുഷ്യൻ സന്യാസ ജീവിതത്തിലോട്ടൊക്കെ പ്രവേശിച്ചപ്പോ ഇയാളുടെ ഒരു കുഴപ്പം എന്നാന്നറിയോ? ഇത്രയും കോപിഷ്ഠനായ ഒരു സന്യാസിയെ കണ്ടിട്ടില്ലെന്നാണ് ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ കൂടെ ജീവിച്ചിരുന്നവർ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ മുൻകോപം, മൂക്കത്ത് ചുണ്ടി എന്നൊക്കെ പറയത്തില്ലേ, ഇത്രയും അരിശമുള്ള ഒരു സന്യാസി ഇല്ല. എന്തൊരു ദേഷ്യാന്നറിയോ? ആര്? ഫ്രാൻസിസ് ഡി സെയിൽസ്. ഇവിടെ ഇരുന്നു കൊണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച ഫ്രാൻസിസ് ഡി സെയിൽസിനെ കുറിച്ച് പറയുമ്പോൾ കേട്ടോണ്ടിരിക്കുന്നവർ എന്നാ ചിന്തിക്കണം? ഇതെന്നെ കുറിച്ചാണല്ലോ കർത്താവേ, എന്നെ കുറിച്ചാണല്ലോ അല്ലേ? എന്നാ ദേഷ്യ ചേട്ടാ, ഇവിടെയല്ല വീട്ടില് അല്ലേ? എന്താ സ്വഭാവം? അരിഞ്ഞു കളയത്തില്ല ചിലരൊക്കെ, മുമ്പിലൂടെ കടന്നു പോയാൽ മതി, വെട്ടി വീഴ്ത്തി കളയും. ഇഷ്ടമില്ലാത്തതെന്ന് കേട്ടാ മതി, അപ്പ തീർന്നു, പിടിച്ചിട്ട് കിട്ടുന്നില്ലെന്ന്. ഈ ഫ്രാൻസിസ് ഡി സെയിൽസ് എന്ന് പറയുന്ന ഈ മനുഷ്യൻ സെമിനാരിയിലൊക്കെ ചേർന്ന് ഒരു വൈദികനായിട്ട് ജീവിതം അങ്ങനെ പിച്ച വെച്ച് തുടങ്ങുമ്പോ ദേഷ്യം പിടിച്ചിട്ട് കിട്ടുന്നില്ല. രാത്രികാലങ്ങളിൽ ഈ മനുഷ്യൻ മുറി കിടന്നുകൊണ്ട് വാവിട്ട് നിലവിളിക്കും, ദൈവമേ എന്റെ ഈ അമിതമായ കോപം എന്നെടുത്തു മാറ്റണേ. അമിതമായ കോപം, അമിതമായ ദേഷ്യം, ഇത് ശരിയല്ല എന്ന് ഫ്രാൻസിസ് ഡി സെയിൽസിന് മനസ്സിലായി. നമുക്ക് അറിഞ്ഞൂടെ? അറിയാലോ. ഓരോ സംഭവങ്ങൾക്ക് ശേഷം നമ്മളൊക്കെ തന്നെ വേണ്ടായിരുന്നു, എന്നാലും ഞാനത് പറഞ്ഞല്ലോ, ശരിയായില്ലെന്ന് തോന്നത്തില്ലേ? ഉണ്ടല്ലോ. നമ്മുടെ എല്ലാവരുടെ ഉള്ളില് ഈ ഒരു ചിന്തയുണ്ട്, വേണ്ടായിരുന്നു. എന്നിട്ട് ഈ വേണ്ടായിരുന്നുവെന്ന് പശ്ചാത്താപ മനസ്സോടെ പറയുന്ന നമ്മൾ തന്നെയാണ് അരമണിക്കൂർ കഴിയുമ്പോൾ പിന്നെയും ചൂടാവും, പിറ്റേ ദിവസവും ചൂടാവും. കുമ്പസാരക്കൂട്ടിൽ പോയിട്ട് കർത്താവേ കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കും, പിന്നെയും നമ്മൾ ചൂടാവും. പിടിച്ചാ കിട്ടാത്ത സ്വഭാവം, വികാരങ്ങളെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, രാത്രികാലങ്ങളിൽ വാവിട്ട് ഫ്രാൻസിസ് ഡി സെയിൽസ് മുറിയിലിരുന്നുകൊണ്ട് ഏങ്ങലടിച്ച് കരയും, ദൈവമേ എന്റെ ഈ ദേഷ്യം, എന്റെ ഈ ദേഷ്യം. വർഷങ്ങൾ നീണ്ടുനിന്ന പ്രാർത്ഥന കൊണ്ട് ആ മനുഷ്യന്റെ സ്വഭാവം മാറി. ഇത്രയും ശാന്തതയുള്ള മറ്റൊരു സന്യാസിയെ കണ്ടിട്ടില്ലെന്ന് അദ്ദേഹത്തെ കുറിച്ച് പിന്നീട് രേഖപ്പെടുത്തിയെങ്കിൽ അതിന്റെ പിന്നിൽ എന്താ കാരണം എന്നറിയോ? ഒരു മനുഷ്യന്റെ സ്വഭാവത്തിലേക്ക് തമ്പുരാൻ കർത്താവ് പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ ആ സ്വഭാവ രീതികൾ മാറും. ഒഴിഞ്ഞ വല അത് നിറയെ മീനുള്ള വലയായിട്ട് മാറും. നീ ഇപ്പൊ വെറും സീറോയാണെന്ന്, വെറും സീറോ. എന്നാൽ ഈ സീറോയെ ഹീറോയാക്കാൻ കർത്താവിന് പറ്റും. ഹല്ലേലൂയ. നീ വെറും വട്ടപൂജ്യം അല്ലേ? നിന്റെ വീട്ടുകാര് നിന്നോട് പറഞ്ഞിട്ടുണ്ടാവും, നീ ഒരു വട്ടപൂജ്യം, നിന്നെ ഒന്നിനു കൊള്ളാം.
നീ എന്തിനു കൊള്ളാം, നീ വട്ടപൂജ്യം. ആ പൂജ്യത്തിന്റെ അപ്പുറത്തേക്ക് ഒരു ഒന്നിട്ട് കഴിഞ്ഞാലുണ്ടല്ലോ, ആ പൂജ്യത്തിന് വില കിട്ടും. ഈ ഒന്നെന്ന് പറയുന്നത് നിന്റെ തമ്പുരാൻ കർത്താവാണ്. രക്ഷകനും നാഥനും രാജാവുമായിട്ട് യേശുവിനെ ചേർത്ത് പിടിക്കുമ്പോ പൂജ്യത്തിന് വില കിട്ടും. ഈ സീറോയെ ഹീറോയാക്കാൻ കർത്താവിന് പറ്റും. മീൻ പിടിക്കാൻ രാത്രി മുഴുവൻ ഇറങ്ങി ഒന്നും കിട്ടാതെ വിശന്ന് അസ്വസ്ഥരായി ഭാരപ്പെട്ടിരിക്കുന്ന പത്രോസ് എന്ന മുക്കുവൻ ഇവിടെ ഇരിക്കുന്ന എന്നോടും നിന്നോടും പറയുന്നു, എന്റെ സഹോദരാ, നിന്റെ ജീവിതത്തിലെ ശൂന്യതയെ കർത്താവ് നിറയ്ക്കും. രണ്ട് കരങ്ങൾ ഉയർത്തി വിശ്വസിക്കുന്നവർ ഒരു ആമേൻ പറഞ്ഞേ, ഒച്ചത്തി പറഞ്ഞേ, അല്പം കൂടെ ഒച്ചത്തി പറഞ്ഞേ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കലയന്താനി എന്ന് പറയുന്ന തൊടുപുഴയ്ക്കപ്പുറത്തെ ഒരു കൊച്ചു ഗ്രാമം, അവിടെ ഒരു സെന്റ് ജോർജ് സ്കൂളുണ്ട്. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ചെറുക്കൻ വല്ലാണ്ട് അസ്വസ്ഥനാണ്. കാരണം ഈ ചെറുക്കന്റെ ജീവിതത്തിൽ വിചാരിക്കുന്ന പോലെ ഒന്നും അങ്ങോട്ടും നടക്കുന്നില്ല എന്ന് മാത്രമല്ല, അത്രമേൽ അന്തർമുഖൻ, അത്രമേൽ അപകർഷതാബോധം. ഈ ചെറുക്കനെ കാണാൻ കൊള്ളത്തില്ല. വീട്ടിലെ ദാരിദ്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞാലും തീരാത്തത്രയും സങ്കടം നിറഞ്ഞൊരു വീട്, ഒരു ഓലപ്പെരയാ. വീട്ടിലിരുന്നോണ്ട് എന്നും ഈ 7ാം ക്ലാസ്സിലെ ചെറുക്കൻ കിടന്നോണ്ട് അസ്വസ്ഥപ്പെടും. അമ്മയോട് ഒരു ദിവസം രാത്രി കിടന്നിട്ട് ചോദിച്ചു, എന്റെ അമ്മേ, എന്തിനാ ഈ ജീവിതം? ക്ലാസ്സിലാണെങ്കിൽ ഒരു വിലയുമില്ല, എന്നെ കാണാൻ കൊള്ളത്തില്ല, പഠിച്ച തലയ്ക്കകത്ത് കയറുന്നില്ല, ഒരു കഴിവുമില്ല. ഈ ചീഞ്ഞ മേൽക്കൂരയുള്ള ഈ വീട്ടിൽ കിടന്നുകൊണ്ട് നരകിക്കാനാണോ ദൈവം എന്നെ സൃഷ്ടിച്ചത്? എന്തിനാ ഈ ജീവിതം? ദാരിദ്ര്യം, കാണാൻ കൊള്ളത്തില്ല, പഠിക്കാൻ കഴിവില്ല, പറയാൻ തക്കവണ്ണം ഒരു കുടുംബ പാരമ്പര്യവുമില്ല, ഒന്നുമില്ലെന്ന് ഈ ചെറുക്കൻ കിടന്നുകൊണ്ട് വല്ലാണ്ട് നിലവിളിക്കും. രാത്രി കാലങ്ങളിൽ അമ്മ അടുത്ത് പിടിച്ചിട്ട് ഈ മകനോട് പറയും, എടാ മോനെ, എടാ എന്താടാ ഈ വീടിന് കുഴപ്പം? ശരിയാ, ദ്രവിച്ചു തുടങ്ങിയ മേൽക്കൂരയാ. എന്നാലും ഈ ദ്രവിച്ചു തുടങ്ങിയ മേൽക്കൂര ഉണ്ടല്ലോടാ. അങ്ങനെ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചെറുക്കൻ അങ്ങനെ രാത്രികാലത്ത് ഇങ്ങനെ കിടക്കുമ്പോൾ ദ്രവിച്ചു തുടങ്ങിയ ആ ഓലക്കീറുകൾക്കിടയിലൂടെ ആകാശത്തേക്ക് നോക്കുമ്പോൾ ഇവൻ കണ്ടു, അമ്പിളിമാമനെ കണ്ടു. അവനൊരു ചെറിയ പേപ്പറിൽ എടുത്ത് എഴുതി വെച്ചു, ആകാശത്ത് അമ്പിളിമാമൻ മമ്മേ അയ്യട എന്തൊരു ചേലാണ്. ഇങ്ങനെ എഴുതിയ വരികള് സ്നേഹസ്നേഹയിലും കുട്ടികളുടെ ദീപികയിലും ഒക്കെ അച്ചടിച്ചു വന്നു. ഈ അപകർഷതാബോധത്തിന്റെ അന്തർമുഖനായിരുന്ന ഈ ചെറുക്കന്റെ ജീവിതം അങ്ങോട്ട് മാറാൻ തുടങ്ങി. അമ്മ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, എടാ മോനെ, നീ വിഷമിക്കണ്ടടാ, തമ്പുരാനുണ്ടടാ. ഈ ദാരിദ്ര്യം, നിന്റെ ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരുവടാ, നീ വിഷമിക്കണ്ട. പരിശുദ്ധ അമ്മേനെ ചേർത്ത് പിടിച്ചോളാൻ പറഞ്ഞു. ഈ മകൻ അങ്ങ് വളർന്നു. ദൈവത്തിന്റെ ആത്മാവ് ഈ മകനെ വളർത്തി. അങ്ങനെ വളർന്നപ്പോൾ ആ മകൻ എഴുതിയ വരികളാണ്, ദൈവത്തെ മറന്നു കുഞ്ഞേ ജീവിക്കരുതേ, എന്റെ മുഖം വാടിയാൽ ദൈവത്തിന്റെ മുഖം വാടും, നിന്റെ തകർച്ചയിൽ ആശ്വാസമായി. ബേബി ജോൺ കലയന്താനി എന്ന് പറയുന്ന ഭക്തിഗാന രംഗത്ത് ഇത്രമേൽ അനുഗ്രഹീതമായ വരികൾ രചിച്ച ഈ മനുഷ്യന്റെ ബാല്യത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അത്രമേൽ അപകർഷതാബോധം ജീവിതത്തില് ഈ ദ്രവിച്ചു കിടക്കുന്ന ഓലക്കീറുകൾക്കിടയിലൂടെ ആ മനുഷ്യന്റെ ജീവിതത്തെ ദൈവം മാറ്റിമറിച്ചത് എനിക്കും നിനക്കും ഇവിടെ ഇരുന്നു കൊണ്ട് ദൈവത്തെ ആനന്ദിക്കാനും സ്തുതിക്കാനും തക്കവണ്ണം അനുഗ്രഹീതമായ രചനകൾ കുറിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ ദ്രവിച്ച അവസ്ഥ ആ മകന്റെ ജീവിതത്തിൽ കർത്താവ് ഒരുക്കിയത്. വിശ്വസിക്കുന്നവരൊരു ആമേൻ പറഞ്ഞേ. ആമേൻ, ആമേൻ. എന്റെ സഹോദര സഹോദരി, ഇന്ന് നിങ്ങൾ ജീവിക്കുന്ന ഏതെങ്കിലും ചുറ്റുവട്ടത്ത് എല്ലാം തീർന്നു, എല്ലാം അവസാനിച്ചു എന്ന് കരുതുന്നുണ്ടെങ്കിൽ നീ ഇങ്ങനെ കരുതുന്നതിന്റെ മുകളിൽ ദൈവം പണിതുയർത്തും. പരാജയപ്പെട്ടിടത്ത് ദൈവം ഉയർത്തും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വിശ്വസിക്കുന്ന ഓരോരുത്തരൊന്ന് ചാടി എഴുന്നേറ്റ് നിന്നെ രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എന്റെ സഹോദര സഹോദരി, നിങ്ങളുടെ ജീവിതം അവസാനിച്ചുവെന്ന് കരുതുന്നിടത്ത് ശൂന്യമായ വലകളുമായിട്ടിരിക്കുന്ന മുക്കുവന്റെ മുഖമാണ് നിന്റെതെന്ന്, നിന്റെ ജീവിതത്തിൽ നഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ, ഇനി എന്താ ചെയ്യേണ്ടെന്നൊരു പിടുത്തമില്ല, ഒന്നുമില്ലായ്മയിൽ നിന്ന് ദൈവം നിന്നെ പിടിച്ചുയർത്തും. രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചോളൂ. നിന്റെ ജീവിതം ഇന്ന് സീറോയാണ്, വട്ടപൂജ്യം. എന്നാൽ ദൈവം നിന്റെ പൂജ്യത്തെ, നിന്റെ സീറോയായിരിക്കുന്ന അവസ്ഥയെ ഹീറോയാക്കുന്ന ഒരവസ്ഥയുണ്ട്.
കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കണ്ണുകളടച്ച് യേശുവേ എന്ന് വിളിച്ചോ. ഒന്നുമില്ലായ്മയിൽ നിന്ന് ദൈവം നിന്നെ തെരഞ്ഞെടുക്കുന്നു. ഒന്നുമില്ലായ്മയിൽ നിന്നുമെന്നെ ഓ ദൈവമേ, കൈപിടിച്ചു നടത്തുന്ന സ്നേഹം. രണ്ട് കരങ്ങളായിരിക്കുന്ന എന്റെ പരാജയത്തെ അങ്ങ് അനുഗ്രഹമാക്കി മാറ്റും. ഞാൻ വിശ്വസിക്കുന്ന കർത്താവെ, അത് ഏറ്റെടുക്കുന്നു. നെറ്റിയിൽ കുരിശ് വരച്ച് ഈ വലിയ അനുഗ്രഹം ഒന്ന് സ്വീകരിച്ച് കർത്താവെ, അങ്ങയുടെ ആ വലിയ കൃപയ്ക്ക് മുമ്പിൽ നന്ദി പറയുന്നു. ഇത് ഞാൻ ഏറ്റെടുക്കുന്നു. ഇന്നത്തെ ശുശ്രൂഷ സമയത്ത് ഇതെന്റെ മേൽ സംഭവിക്കട്ടെ. ഉച്ചത്തിൽ പറഞ്ഞേ ആമേൻ, ആമേൻ, ആമേൻ. ഇരിക്കാം. ലൂക്കാസ് വിശേഷം 5-ാം അധ്യായം നമുക്ക് നൽകുന്ന രണ്ടാമത്തെ വലിയ അനുഗ്രഹം കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്നു. 5-ാം അധ്യായം 12 മുതലുള്ള വചനഭാഗം നമ്മളൊന്ന് വായിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാ 13-ാം തിരുവചനത്തിൽ പറയാണ്, യേശു കൈനീട്ടി അവനെ തൊട്ടുകൊണ്ട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി ഉണ്ടാവട്ടെ. തൽക്ഷണം കുഷ്ഠം അവനെ വിട്ടുമാറി. ഹല്ലേലൂയാ, ഹല്ലേലൂയാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഇരുന്നു കൊണ്ട് ജീവിതത്തിൽ ചില രോഗങ്ങൾ വന്നതിന് ശേഷം ജീവിതം തീർന്നു എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടാണ് വചനം പഠിപ്പിക്കുന്നത്, നിന്റെ ജീവിതം കർത്താവ് വിശുദ്ധീകരിക്കും, നിന്നെ കർത്താവ് സൗഖ്യപ്പെടുത്തും. കാരണം നമ്മുടെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നവനാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം അതിന്റെ 26-ാം തിരുവചനം എന്താ പഠിപ്പിക്കുന്നത്? 15:26. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. രണ്ട് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് പറഞ്ഞേ, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചില രോഗങ്ങൾ വന്നതിന് ശേഷം ചിലരുടെ മനസ്സിൽ വല്ലാത്ത ഭാരം അങ്ങ് വരും. സ്വാഭാവികം. നമ്മുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ചില രോഗപീഠകൾ വരുമ്പോൾ നമ്മൾ ചിന്തിക്കും, ദൈവമേ, ഇതോടുകൂടെ എൻ്റെ ജീവിതം തീർന്നു എന്ന് മാത്രമല്ല, സമാനമായ ചില രോഗങ്ങൾ വന്നവരുടെ അവസ്ഥകൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കും, എൻ്റെ കർത്താവേ, എൻ്റെ ജീവിതം തീർന്നു. എന്നാൽ വിശുദ്ധ ഗ്രന്ഥം പറയുന്നു അങ്ങനെയല്ല. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. രോഗത്തിൽ നിന്ന് ആരോഗ്യത്തിലേക്ക് കർത്താവ് പിടിച്ചുയർത്തും. രോഗത്തിൽ നിന്ന് ആരോഗ്യത്തിലേക്ക് കർത്താവ് പിടിച്ചുയർത്തും. ആമേൻ, 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 ആമേൻ. വിശ്വസിക്കുന്നവർ അടുത്തിരിക്കുന്നവർക്കൊന്ന് കൈ കൊടുത്തോണ്ട് പറഞ്ഞേ, രോഗത്തിൽ നിന്ന് ആരോഗ്യത്തിലേക്ക് കർത്താവ് അങ്ങ് പിടിച്ചങ്ങ് ഉയർത്തും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്റെ പ്രിയപ്പെട്ടവർ, ഈ പോട്ട ആശ്രമത്തിലൊക്കെ നടത്തപ്പെടുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും പറഞ്ഞാലും തീരുവോ? എന്നേക്കാളധികം സാക്ഷ്യങ്ങൾ കണ്ടിട്ടുള്ളവർ, അനുഭവിച്ചിട്ടുള്ളവരല്ലേ ഇവിടെ ഇരിക്കുന്നവര്? ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും തരത്തിലുള്ള രോഗശാന്തിയൊക്കെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ളവരൊന്ന് കൈപൊക്കാവോ? ഏതെങ്കിലും തരത്തിലുള്ള കണ്ടോ എല്ലാവരും തന്നെ ഏതെങ്കിലും തരത്തിലുള്ള രോഗപീഠകളിൽ കർത്താവിന്റെ സൗഖ്യം കിട്ടിയിട്ടുള്ളവരാ. കുഷ്ഠരോഗിയെ സൗഖ്യപ്പെടുത്തിയ കർത്താവ് ഇന്നും ജീവിക്കുന്നു. പറഞ്ഞേ ആമേൻ, 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 ആമേൻ. മരിച്ചവനെ ഉയർപ്പിച്ചവൻ ഇന്നും ജീവിക്കുന്നു. പറ ആമേൻ, ആമേൻ. അന്ധന് കാഴ്ച കൊടുത്തവൻ ഇന്നും ജീവിക്കുന്നു. പറ ആമേൻ, ആമേൻ. ബെത്സയിദ കുളക്കരയിലെ രോഗശാന്തി നൽകിയവൻ ഇന്നും ജീവിക്കുന്നു. ആമേൻ, 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 ആമേൻ. എന്ന് പറഞ്ഞാൽ എന്നെ കേൾക്കുന്ന ഓരോരുത്തരും വിശ്വസിക്കണം, നമ്മൾ ഇന്ന് കടന്നു പോകുന്ന ഏതവസ്ഥയാണെങ്കിലും പ്രാർത്ഥിച്ചാൽ ആ മേഖലയിൽ സൗഖ്യം നമുക്കുണ്ട്. ആമേൻ, ആമേൻ. യെസ്. പ്രാർത്ഥിച്ചാൽ, മകനെ, രോഗം വരുമ്പോൾ ഉദാസീനനാകാതെ കർത്താവിനോട് പ്രാർത്ഥിക്കുക. പ്രഭാഷകൻ പറയാണ്, നിനക്കൊരു രോഗം വന്നതിന്റെ പേര് നീ വിഷമിച്ചിരിക്കല്ലേ, മറിച്ച് നിന്റെ രോഗത്തെ സൗഖ്യപ്പെടുത്തുന്ന ഒരുവനുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പോട്ടാശ്രമത്തിലെ കലണ്ടർ, കഴിഞ്ഞ വർഷത്തേക്ക് കലണ്ടറൊക്കെ ഡിസൈൻ ചെയ്ത് തന്നത് ഒരു മാമ്പിള്ളി എന്ന് പറയുന്ന കുടുംബത്തിൽ പിറന്ന ഒരു മിടുക്കൻ ചെറുക്കനാണ്. പ്രിയപ്പെട്ടവര്, ഡൽഹിയിലാണ്. മിടുക്കനായിട്ടുള്ള തോമസ് മാമ്പിള്ളി നന്നായിട്ട് ഡിസൈൻ ചെയ്യും. അങ്ങനെ ജീവിതം അങ്ങനെ വിചാരിക്കുന്നത് പോലെയൊക്കെ അങ്ങോട്ട് മുമ്പോട്ട് നീങ്ങുമ്പോഴാണ് ക്യാൻസർ രോഗം പിടിപെട്ടത്.
ക്യാൻസർ രോഗം പിടിപെട്ട് ആദ്യ നാളുകളിൽ ഇയാൾ അത്രമേൽ പരിഭ്രാന്തനായി. അച്ഛാ, മാനസിക രോഗം പോലെയായിരുന്നു ഇയാൾക്ക്. എൻ്റെ ജീവിതം തീർന്നച്ചാ, എൻ്റെ ജീവിതം തീർന്നു, എൻ്റെ ഭാര്യയും 2 കൈക്കുഞ്ഞുങ്ങളും, എന്താ ഇനി ജീവിതം മുന്നോട്ട് എങ്ങനെ നീങ്ങും? ഒരു പിടുത്തം കിട്ടുന്നില്ല. ആദ്യ നാളുകളിൽ അത്രമേൽ മാനസിക സമ്മർദ്ദം, ജീവിതം മുന്നോട്ട് നീങ്ങുന്നില്ല, വല്ലാണ്ട് ഞെരുക്കം. അനേകര് ശക്തി കൊടുത്തു. നമ്മുടെയൊക്കെ ധ്യാന മന്ദിരത്തിലെ ശുശ്രൂഷകളിൽ അദ്ദേഹം പങ്കെടുത്തു. അങ്ങനെ ബലം പ്രാപിച്ച് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഴിഞ്ഞ വർഷത്തെ 2025 2024 കലണ്ടർ ഡിസൈൻ ചെയ്യുമ്പോൾ അദ്ദേഹം ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരുന്നു. ക്യാൻസർ ചികിത്സയുമായിട്ട് ആശുപത്രി കിടക്കുമ്പോൾ ആശുപത്രി ഇരുന്നുകൊണ്ടാണ് ആ മനുഷ്യൻ ആ കലണ്ടർ, ഇപ്പൊ കാണുന്ന നമ്മുടെ കലണ്ടർ ഡിസൈൻ ചെയ്തത്. എന്നാൽ ഈ കഴിഞ്ഞ ദിവസം ഈ ആലയത്തിൽ ആ മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, കർത്താവ് എനിക്ക് അങ്ങനെ ഒരു രോഗമൊക്കെ ഉയർത്തിയത് കൊണ്ട് ഇന്ന് എൻ്റെ ജീവിതത്തെ കർത്താവ് വിശുദ്ധീകരിച്ചു. ഇദ്ദേഹത്തിൻ്റെ അനേക ദുശീലങ്ങൾ വിട്ടുമാറി എന്ന് മാത്രമല്ല, സമ്പൂർണമായ സൗഖ്യം നൽകി ആ മനുഷ്യന് ദൈവം ഉയർത്തി. വിശ്വസിക്കുന്നവര് 2 കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് നല്ലൊരു കയ്യടി കർത്താവായി ഈശോയ്ക്ക് കൊടുത്തേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഞാനിത് പറയുമ്പോൾ ഒറ്റപ്പെട്ട സംഭവമല്ല. ഈ വർഷം വിൻസെൻഷൻ സഭയില് പട്ടം കിട്ടി. ജൂൺ മാസത്തില് മിടുക്കനായി ഈ അൾത്താരയിൽ വന്ന് പരിശുദ്ധ ബലി അർപ്പിച്ച ഗോവയിൽ നിന്നുള്ള ഒരു മിടുക്കൻ ഡ്യൂബൻ അസവഡോ എന്ന് പറയുന്ന ഒരു മിടുക്കൻ, മലയാളത്തിൽ അവൻ വന്ന് ഇവിടെ വന്ന് കുർബാനയെ ചൊല്ലിയത് ഓർമ്മയുണ്ടാവും ചിലർക്ക്. ഗോവയിൽ ജനിച്ച് വളർന്ന് ഡൽഹിയിൽ നമ്മുടെ ധ്യാന മന്ദിരത്തിൽ വർഷങ്ങളോളം ശുശ്രൂഷ ചെയ്ത് സെമിനാരിൽ ചേർന്നു. അങ്ങനെ കർത്താവിന് പ്രിയപ്പെട്ട മകനായി പഠിച്ചിങ്ങനെ മുന്നോട്ട് നീങ്ങുമ്പോഴാണ് ഫിലോസഫി കാലത്ത് ക്യാൻസർ രോഗം അത്രമേൽ ഈ ചെറുക്കനെ, ഈ ബ്രദറിനെ ബാധിച്ചത്. തിരുവനന്തപുരത്ത് റീജിയൻ ക്യാൻസർ സെന്ററിൽ ചികിത്സയുമായിട്ട് മല്ലയുദ്ധം. ജീവിതത്തില് ഒരു വൈദികനാകണമെന്ന് ആഗ്രഹിച്ച് ജീവിതം മുന്നോട്ട് നീങ്ങുമ്പോൾ, ദൈവമേ ഒരു വൈദികനാകാൻ അൾത്താരയിൽ കാസയും പീലാസയും ഉയർത്തണമെന്നുള്ള ചെറുപ്പം മുതലുള്ള സ്വപ്നവുമായിട്ട് നീങ്ങുമ്പോൾ ഈ ക്യാൻസർ രോഗം എൻ്റെ ജീവിതത്തെ അങ്ങ് വിരിഞ്ഞു മുറുക്കിയിനി ഞാൻ എന്ത് ചെയ്യും? സങ്കടത്തിന്റെ കണ്ണുനീരിന്റെ ദിനങ്ങൾ. എന്നാൽ അൾത്താരയ്ക്ക് മുമ്പിൽ ആ മിടുക്കനായിട്ടുള്ള ബ്രദർ മാത്രമല്ല, ആ ബ്രദറിന്റെ കുടുംബം എനിക്ക് വ്യക്തമായിട്ട് അറിയാം. കാരണം ഞാൻ അത്രമേൽ അടുത്ത് നിന്ന് കണ്ടതാ. കണ്ണുനീരോടുകൂടെ ഓരോ ബലിയും അർപ്പിക്കുമ്പോൾ ഈ ബ്രദറിന്റെ മാതാപിതാക്കൾ, ഞാൻ അന്ന് ഡൽഹി ധ്യാന കേന്ദ്രത്തിലാണ്, അൾത്താരയ്ക്ക് മുമ്പിൽ ഇരുന്നു കൊണ്ട് കരയും. 2 പേരും കരയും. അപ്പന്റെ അമ്മയുടെ സങ്കടം, ഞങ്ങൾ ഇത്രയും സ്നേഹിച്ച് വളർത്തിയിട്ട് തമ്പുരാനെ നിനക്ക് തന്നിട്ട് ഇങ്ങനെ ഒരു ക്യാൻസർ രോഗമാണോ? സങ്കടത്തിന്റെ അങ്ങേയറ്റം. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ്, സാവധാനം കർത്താവിന്റെ കരുണ. ആ മകൻ മിടുക്കനായി ഇന്ന് നല്ല ആരോഗ്യത്തോടുകൂടെ ഈ കഴിഞ്ഞ ജൂൺ മാസം പട്ടം സ്വീകരിച്ച് ഈ അനുഗ്രഹിക്കപ്പെട്ട പോട്ട അൾത്താരയിൽ വന്ന് മലയാളത്തിൽ കൊങ്കിണി ഭാഷയിൽ ജീവിതത്തിന്റെ മാതൃഭാഷയായിട്ട് സ്വീകരിച്ച്, ഹിന്ദിയിലാണ് വിദ്യാഭ്യാസ കാലഘട്ടം, ഇംഗ്ലീഷും പഠിച്ചു, മലയാളം കർത്താവ് കൊടുത്തൊരു സമ്മാനം. ഇവിടെ വന്ന് സീറോ മലബാറിന്റെ മലയാളം കുർബാന പാട്ടും പാടി ആഘോഷമായിട്ട് അർപ്പിച്ച് ഇന്ന് ഞങ്ങളുടെ ശുശ്രൂഷ കേന്ദ്രങ്ങളിൽ ശക്തമായിട്ട് നിൽക്കുന്നെങ്കിൽ, അത് പഠിപ്പിക്കുന്നെങ്കിൽ അർത്ഥം എന്നാണെന്നറിയോ? ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ചങ്കിൽ അങ്ങോട്ട് എഴുതി വെച്ചോണം, ഇന്ന് ഞാൻ അനുഭവിക്കുന്ന രോഗം ഇതെന്റെ അവസാനമല്ല, കർത്താവ് എന്നിൽ ഇടപെടുന്നു. വിശ്വസിക്കുന്നവര് 2 കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ഈശോയേ എന്ന് വിളിച്ചേ, ഈശോയേ എന്ന് വിളിച്ചേ, ഈശോയേ എന്ന് വിളിച്ചേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ചാടി ഒന്ന് എഴുന്നേറ്റ് നിന്നേ 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോളൂ. നിങ്ങൾക്ക് ഏതെങ്കിലും രോഗപീഠകൾ ഉണ്ടെങ്കിൽ ആ രോഗപീഠകൾ ഇപ്പോൾ ഈശോയോട് കൊടുക്കുക. ഈശോ, ഇതാണ് എൻ്റെ രോഗം, ഇതാണ് എൻ്റെ രോഗാവസ്ഥ. ഇനി നിന്റെ വീട്ടിൽ ആരെങ്കിലും കിടപ്പ് രോഗികളുണ്ട്, ഒരു പക്ഷെ ജീവിതത്തിലെ പ്രത്യാശ നഷ്ടപ്പെട്ടവരാണ് അവരെങ്കിൽ അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നിനക്ക് പരിചയമുള്ള ഏത് രോഗികളെയും ഇപ്പോൾ മനസ്സിലോർക്കാം. അവരുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുക, അവരുടെ അവസ്ഥ അറിഞ്ഞ് പ്രാർത്ഥിക്കുക. ആശുപത്രി മാറി ഇറങ്ങുന്ന അനേക രോഗികൾ നിനക്ക് പരിചയമുണ്ട്. ഒരുപക്ഷെ നീ ആയിരിക്കാം, ഞാനായിരിക്കാം. കർത്താവേ, കുഷ്ഠരോഗിയെ സൗഖ്യപ്പെടുത്തിയ ദൈവമേ, ഇന്നും ജീവിക്കുന്നു. എൻ്റെ ഈ ശരീരത്തിന്റെ ഉടമസ്ഥാവകാശം കർത്താവെ അങ്ങേക്കാണ്. ഞാൻ വില കൊടുത്ത് വാങ്ങിയവനാണ്. കർത്താവ്, ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ രോഗത്തെ സൗഖ്യപ്പെടുത്തുന്നവൻ ഇന്നും ജീവിക്കുന്നു. 2 കരങ്ങൾ ഉയർത്തി നെഞ്ചുരുക്കി ഈശോയേ
എന്ന് വിളിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ആരാധന ആരാധന ആരാധന. ഓ കർത്താവേ, നീരോഗിയാണോ മകനേ? യേശുവേ, നീരോഗിണിയാണോ മകനേ? നീ രോഗിയാണോ? നീരോഗിയാണോ മകനേ? യേശുവേ, നീരോഗിണിയാണോ മകനേ? ഞാൻ നിന്റെ രക്ഷകൻ, സൗഖ്യദായകൻ, നിന്റെ വേദനയറിയുന്നവൻ. യേശു ഉണ്ടെന്ന്. യേശു നായകൻ. രണ്ട് കരങ്ങളും ഉയർത്തി ഒരൊറ്റ വിളി, എന്റെ ഈശോ. ആരാധന കർത്താവേ, സ്തുതിക്കുന്ന കർത്താവേ, രോഗപീഠകളിലൂടെ കടന്നു പോകുന്ന ഓരോ വ്യക്തിക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. മരുന്നോ ലേപനമോ ഔഷധമല്ല, മറിച്ച് അവരുടെ വചനമാണ് അവരെ സൗഖ്യപ്പെടുത്തിയത്. കർത്താവിന്റെ കരുണ കൊണ്ട് നിറയപ്പെടട്ടെ, വിശുദ്ധീകരിക്കപ്പെടട്ടെ, സൗഖ്യത്തിന്റെ ആത്മാവ് ഇടപെടട്ടെ. ആരാധന 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 ആരാധന. നെറ്റിയിൽ ഒരു കുരിശടയാളം വരച്ച് സ്വയം വിശുദ്ധീകരിക്കുക. എന്നിട്ട് സ്വയം പറയണം, ആമേൻ കർത്താവേ, ഇതെന്നിൽ സംഭവിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇരിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലൂക്കാസ് വിശേഷം 5-ാം അധ്യായം നമ്മുടെ മുമ്പിൽ നൽകുന്ന 5 വാഗ്ദാനങ്ങളെ കുറിച്ച് പഠിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുകയാണ്. 2 വാഗ്ദാനങ്ങളാണ് നമ്മൾ ഇപ്പോൾ പഠിച്ചത്. 1, പരാജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് നയിക്കുന്ന ദൈവം. 2, നിന്റെ രോഗാവസ്ഥയെ ആരോഗ്യത്തിലേക്ക് മാറ്റുന്നൊരു ദൈവം. 3-ാമത്തെ തിരുവചന ഭാഗം ലൂക്കാസ് വിശേഷം 5-ാം അധ്യായം 17 മുതൽ വായിക്കുമ്പോൾ തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്നു. ആരെ? തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്നു. എന്നാൽ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ ശ്രദ്ധേയമായ ഒരു വചനഭാഗം എന്തെന്നറിയാവോ? 19-ാം തിരുവചനം മുതൽ ഇപ്രകാരം നമുക്ക് വായിക്കാം. ജനക്കൂട്ടം നിമിത്തം അത് സാധിക്കാത്തത് കൊണ്ട് അവർ പുരമുകളിൽ കയറി ഓടിളക്കി കിടക്കയോടെ അവനെ യേശുവിന്റെ മുമ്പിലേക്ക് ഇറക്കി. 20-ാം വചനം, അവരുടെ വിശ്വാസം കണ്ട് അവൻ പറഞ്ഞു, മനുഷ്യ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സ്വരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയാ. തളർവാദ രോഗിക്ക് കർത്താവ് കൊടുത്ത ഏറ്റവും വലിയ സൗഖ്യം എന്നാന്നറിയോ? പാപത്തിൽ നിന്ന് പാപമോചനത്തിലേക്കുള്ള സൗഖ്യം. ആമേൻ, ആമേൻ, ആമേൻ. കാരണം ഈ വ്യക്തി ഇപ്രകാരം രോഗിയാവാൻ ചില പാപകാരണങ്ങളുണ്ടെന്ന് കണ്ടെത്തിയ ഈശോ ആദ്യം തന്നെ ആ വ്യക്തിക്ക് കൊടുക്കുന്നത് പാപമോചനമാണ്. ഹല്ലേലൂയാ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? നമ്മളൊക്കെ താമസിച്ചുള്ള ധ്യാനങ്ങളിലൊക്കെ പങ്കെടുക്കുന്നവരല്ലേ? ധ്യാനത്തിന്റെ രീതിയിൽ എന്താ? ആദ്യം തന്നെ അത്ഭുതങ്ങളും അടയാളങ്ങളുമല്ല, അതിനു മുമ്പ് നമ്മൾ നന്നായി കുമ്പസാരിച്ചൊരുങ്ങും. പാപമോചനം എന്നുള്ള ഈ സ്വർഗീയമായിട്ടുള്ള സമ്മാനം സ്വീകരിച്ചു കഴിയുമ്പോൾ നമ്മുടെ കൺവട്ടത്ത് അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ കാണാൻ തക്കവണ്ണം കർത്താവ് നമ്മളെ ഒരുക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. അതുകൊണ്ടാണ് കുമ്പസാരത്തിന് ശേഷമാണ് അതിശക്തമായ സൗഖ്യങ്ങൾ, ശുശ്രൂഷ അനുഭവങ്ങളിൽ നമ്മളൊക്കെ അനുഭവിക്കുന്നത്. പോട്ട ആശ്രമത്തിൽ അതുകൊണ്ടാണ് 365 ദിവസവും കുമ്പസാരിക്കുവാൻ അനുഗ്രഹത്തിന്റെ ഒരു കൂടാരം നമുക്ക് ഒരുക്കിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. കുമ്പസാരിച്ചിട്ട് നമ്മളൊരു ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ നമ്മിൽ സംഭവിക്കുന്നത് അത്ഭുതകരമായ ദൈവിക ഇടപെടലാണ്. അതുകൊണ്ടാണ് കത്തോലിക്ക തിരുസഭ വിശുദ്ധ കുമ്പസാരത്തെ അത്രമേൽ പ്രാധാന്യമുള്ളതാക്കി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. നമ്മൾ അനുഭവിക്കുന്ന ഏത് പാപമേഖലയിലും കർത്താവ് നമുക്ക് ഒരു സൗഖ്യം നൽകി പാപമോചനത്തിലേക്ക് കർത്താവ് നമ്മളെ ഒരുക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കാർഡിനൽ ന്യൂമാൻ ആംഗ്ലിക്കൻ ബിഷപ്പായിരുന്നു. കത്തോലിക്ക സഭയെ അങ്ങേയറ്റം വെറുക്കുകയും കത്തോലിക്ക സഭയ്ക്കെതിരായി അങ്ങേയറ്റം തർക്കിക്കുകയും എഴുതുകയും ചെയ്തുകൊണ്ടിരുന്ന കാർഡിനൽ ന്യൂമാൻ ആംഗ്ലിക്കൻ ബിഷപ്പേ. എന്നാൽ കത്തോലിക്ക സഭയിൽ ഇയാൾ പറയാണ്, കത്തോലിക്ക സഭയിൽ ഞാനൊരു അത്ഭുതം കണ്ടു. അതെന്നെ അത്ഭുതം എന്നറിയോ? കുമ്പസാരം എന്ന അത്ഭുതം. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ചെയ്ത സകല പാപങ്ങളും ഒരു വൈദികന്റെ മുമ്പിൽ മുട്ടുകുത്തി ആശീർവാദം സ്വീകരിക്കുമ്പോൾ കർത്താവ് അത്ഭുതകരമായി നമ്മിൽ പ്രവർത്തിക്കുന്ന ഒരു അത്ഭുത ശുശ്രൂഷ.
ഞാൻ ചോദിക്കട്ടെ, വേറെ ഏതെങ്കിലും മതവിശ്വാസങ്ങളിൽ ഇപ്രകാരമുണ്ടോ? അതായത് കർത്താവ് നമ്മുടെ പാപം മോചിക്കുകയാണ്. എത്ര വലിയ പാപം ചെയ്ത വ്യക്തിയാണെങ്കിലും, എത്ര വലിയ ആഴത്തിൽ നിന്റെ ജീവിതം തകർന്നു പോയെങ്കിലും, ഒരു കുമ്പസാരത്തിൽ കർത്താവ് ഈശോ മിശിഹ നൽകുന്ന ആ വലിയ കൃപ, നിന്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അല്ലേ? വ്യഭിചാര കുറ്റത്തിന് പിടിക്കപ്പെട്ട പെണ്ണിനോട് ഈശോ പറഞ്ഞു, മോളെ ഞാൻ നിന്നെ വിധിക്കുന്നില്ല, മേലിൽ പാപം ചെയ്യരുത്, നിന്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരെ, നമ്മളൊക്കെ ഒത്തിരി പാപികളാണ്, എന്നാൽ നമുക്ക് അഭിമാനിക്കാം. കാരണം കർത്താവായ ക്രിസ്തു എന്റെ പാപത്തിൽ നിന്ന് എനിക്ക് മോചനം നൽകുന്നവനാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇവിടെ ആരെങ്കിലും ചിന്തിക്കുന്നു, എനിക്ക് പ്രാർത്ഥിച്ചാൽ എൻ്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കത്തില്ല, കാരണം ഞാൻ അത്രമേൽ പാപിയാണ്, ഞാൻ അത്രമേൽ കുറവുള്ള വ്യക്തിയാണ്? ആയിക്കോട്ടെ എന്ന് പൗലോസ്ലീഹ പറയുന്നത് പോലെ, നമ്മളിൽ ആരും അത്ര നല്ലവരൊന്നുമല്ല, നമ്മളെല്ലാവരും പാപികളാണ്. പക്ഷേ നമുക്കുള്ള ബലം എന്താണെന്നറിയോ? നമ്മൾ കർത്താവിൽ ആശ്രയിക്കുമ്പോൾ ഈ പാപത്തിൽ നിന്ന് പാപമോചനത്തിലേക്ക് ദൈവം ഒരുക്കും. പ്രൈസ് ദി ലോർഡ്. തളർവാദ രോഗിക്ക് സൗഖ്യം നൽകിയ കർത്താവ് ഇന്നും ഇവിടെ ഇപ്പോൾ ജീവിക്കുന്നു. വിശ്വസിക്കുന്നവർ പറഞ്ഞേ ആമേൻ, 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 ആമേൻ. ധ്യാന ശുശ്രൂഷകൾക്കൊക്കെ ഇടവകകളിലും പോപ്പുലർ മിഷൻ ധ്യാനത്തിനൊക്കെ ചെല്ലുമ്പോൾ ഒരു വൈദികൻ എന്ന നിലയിൽ എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ സന്തോഷത്തിന്റെ കൃപ എന്താണെന്നറിയോ? അത് അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നത് കാണുമ്പോഴല്ല, അതിനേക്കാളൊക്കെ ഉപരിയായി കുമ്പസാരക്കൂട്ടിലിരിക്കുമ്പോൾ ഒരു വ്യക്തിക്ക് വേണ്ടി അനുതാപത്തിന്റെ കൃപ കൊടുക്കാൻ പ്രാർത്ഥിക്കാൻ കർത്താവെ യോഗ്യനാക്കിയതല്ലോ എന്നോർത്തുകൊണ്ടുള്ള ആ വലിയ അത്ഭുതം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പോപ്പുലർ മിഷൻ ധ്യാനത്തിന് കഴിഞ്ഞ നാളിൽ മലബാറിന്റെ പ്രദേശത്ത് ഒരിടവക ചെന്ന് ധ്യാനിപ്പിച്ച് കുമ്പസാര ദിവസം അദ്ദേഹം പകൽ സമയത്ത് കുമ്പസാരം ഒരുക്കി വന്നിട്ടില്ല. രാത്രിയായി ശുശ്രൂഷ എല്ലാം കഴിഞ്ഞപ്പോൾ ഒരു മനുഷ്യൻ ആ വീടിന്റെ തൂണിന്റെ മറയത്ത് ഇങ്ങനെ പതുങ്ങി നിൽക്കുന്നു. ഞങ്ങൾ താമസിക്കുന്നത് ഒരു വീട്ടില. ആ വീടിന്റെ തൂണിന്റെ പുറകിൽ ഇങ്ങനെ പതുങ്ങി നിൽക്കുന്നു. കണ്ടിട്ട് ലക്ഷണപ്പെസക എന്തോ ഉള്ളതുപോലെ ചെന്നിട്ട് ഞാൻ ചെന്ന് ചോദിച്ചു, ചേട്ടൻ എന്തിനാ ഇങ്ങനെ ഇരുട്ടത്ത് നിൽക്കുന്നേ? ഇതെന്തിനാ ഇരുട്ടത്ത് നിൽക്കുന്നേ? ഇങ്ങോട്ട് വാന്ന്. എന്തേ, എന്നാ ഉണ്ട് വിശേഷം? ധ്യാനത്തിലൊക്കെ പങ്കെടുക്കുന്നുണ്ടോ? ഇന്ന് പകല് കുമ്പസാര ആരാധനയൊക്കെ ഉണ്ടായിരുന്നല്ലോ, പങ്കെടുത്തോ? അയാൾ ശിരസ് കുനിച്ചു. എന്നിട്ട് പറഞ്ഞു, അച്ഛാ ഞാൻ അതിന് യോഗ്യനല്ല. ഞാൻ പറഞ്ഞു, സഹോദരൻ അതിന് യോഗ്യനല്ലായിരിക്കും, പക്ഷേ ഈ യോഗ്യത അളക്കുന്നത് ആരാ? പറഞ്ഞ ആരാ? തമ്പുരാൻ കർത്താവാണെന്ന്. നമ്മളാണോ യോഗ്യത അളക്കുന്നത്? തമ്പുരാൻ കർത്താവല്ലേ യോഗ്യത അളക്കുന്നത്. ആ മനുഷ്യനെ ആ രാത്രിയിൽ ആ വീടിന്റെ മുറ്റത്തിരുത്തി നല്ലൊരു കുമ്പസാരത്തിന് വേണ്ടി ഒരുക്കി. നാളുകൾക്ക് ശേഷം ഞാൻ നിങ്ങളോട് കൃത്യമായിട്ട് പറഞ്ഞാൽ, ആ മനുഷ്യൻ എന്നോട് പറഞ്ഞു, അച്ഛാ എവിടെയെങ്കിലുമൊക്കെ പ്രസംഗിക്കുമ്പോൾ എൻ്റെ വർഷം കൂടെ പറഞ്ഞേക്കണേ. വിവാഹം കഴിഞ്ഞിട്ട് 26 വർഷം കഴിഞ്ഞിരിക്കുന്നു. കല്യാണത്തിന്റെ തലേ ദിവസം നിർബന്ധിച്ച് വീട്ടുകാർ കൊണ്ട കല്യാണത്തിന്റെ കെട്ടുകുമ്പസാരം നടത്തിയതാ. 26 വർഷത്തിന് ശേഷം കുമ്പസാരിച്ചിട്ടില്ല. ആ മനുഷ്യനെ രാത്രിയില് വീടിന്റെ മുൻവശത്ത് കസേരയിരുന്നു കൊണ്ട് ഏങ്ങി കരഞ്ഞുകൊണ്ട് കുമ്പസാരിച്ചുകൊണ്ട്, കർത്താവേ എൻ്റെ ജീവിതത്തിൽ ഇന്നോളം സംഭവിച്ച ഓരോ തെറ്റുകൾക്കും എണ്ണി മാപ്പ് ചോദിച്ച് പ്രാർത്ഥിച്ചിട്ട് സന്തോഷത്തോടെ പോകുന്നതിന് മുമ്പ് ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട് എന്നോട് പറഞ്ഞു, അച്ഛാ ഇത് പറയണം, 26 വർഷങ്ങൾക്ക് ശേഷം കുമ്പസാരിച്ച ഒരുവന്റെ ആനന്ദമാണ് അച്ഛാ ഞാനിപ്പോ അച്ഛനെ കെട്ടിപ്പിടിച്ചത്. എൻ്റെ കണ്ണിൽ നിന്നൊഴുകുന്ന കണ്ണുനീര് അതിന് സാക്ഷ്യമാണ് അച്ഛാ. പ്രിയരെ, അനേക അത്ഭുതങ്ങൾ ബൈബിൾ കൺവെൻഷൻ അവസരങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ കണ്ട എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ അത്ഭുതം എന്നൊക്കെ ചോദിച്ചാൽ ഞാൻ പറയും, 26 വർഷങ്ങൾക്ക് ശേഷം ആ വീടിന്റെ മുൻവശത്തിരിഞ്ഞ് ഏങ്ങി കരഞ്ഞ് കുമ്പസാരിച്ച ആ മനുഷ്യന്റെ ജീവിതം. ഇതിലും വലിയൊരു അത്ഭുതം ഉണ്ടോ? ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുന്ന വഴി പാപത്തിന്റെ ഏത് ചെളിക്കൂണ്ടിൽ കിടക്കുന്ന വ്യക്തിയെയും കർത്താവ് ഇങ്ങനെ പിടിച്ചുയർത്തും. 2 കരങ്ങൾ ഉയർത്തി ഈശോയേ എന്നൊന്ന് വിളിച്ചേ, ഈശോയേ, ഈശോയേ എന്നൊന്ന് വിളിച്ചേ, ഈശോയേ, ഈശോയേ എന്നൊന്ന് വിളിച്ചേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന വ്യക്തികൾ
ഇവിടെ ഇരിക്കുന്നവർ മാത്രമല്ല എന്ന് എനിക്കറിയാം, ഓൺലൈനൊക്കെ പങ്കെടുക്കുന്നുണ്ട്. ഒരുപക്ഷെ ദൂരങ്ങളിലൊക്കെ ഒരുപക്ഷെ ഒരു വൈദികനെ കിട്ടുന്നില്ല, പ്രാർത്ഥിക്കണം കുമ്പസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട്, അവസരം കിട്ടുന്നില്ല എന്നിങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ടാകും. ദൂരങ്ങളിലൊക്കെ നമ്മളെപ്പോലെ എല്ലായിടങ്ങളിലും ഇതുപോലെ കുമ്പസാരക്കൂടും വൈദികരും ഒന്നും ലഭ്യമാകണമെന്നില്ല. ദൂരങ്ങളിലുള്ള നമ്മുടെ മക്കളും സഹോദരങ്ങളും ഒക്കെ വിദേശ രാജ്യങ്ങളിലൊക്കെ അവരുടെ ഉള്ളിൽ ഒറ്റപ്പെടലും ഭാരവും. എന്നാൽ ഇന്ന് ഈ ശുശ്രൂഷ അവസരത്തിൽ ഈശോ നിനക്ക് നൽകുന്ന ഉറപ്പെന്നാന്നറിയോ? നീ എത്ര വലിയ പാപത്തിന്റെ കെട്ടിലാണെങ്കിലും കർത്താവ് നിന്നെ അനുഗ്രഹിക്കും, പാപമോചനം നൽകും. വിശ്വസിക്കുന്നവരെന്ന് ചാടി എഴുന്നേറ്റ് നിന്നെ 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചോ. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഞാനും നീയും ഏതെല്ലാം പാപാവസ്ഥയിലാണെങ്കിലും നീ വിശ്വസിക്കണം, എൻ്റെ പാപത്തിൽ നിന്ന് കർത്താവ് എനിക്ക് മോചനം നൽകി എന്നെ അനുഗ്രഹിക്കുന്ന സമയമാണ്. ചെറുതും വലുതുമായ അറിഞ്ഞും അറിയാതെയും ചെയ്ത സകല പാപങ്ങളും തമ്പുരാന്റെ മുമ്പിൽ സമർപ്പിച്ച് 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി ഓരോ വ്യക്തിയും വിശ്വസിക്കണം, എൻ്റെ കർത്താവ് എന്നെ പാപത്തിന്റെ അന്ധകാരത്തിൽ നിന്ന്, ഇരുട്ടിൽ നിന്ന്, ശൂന്യതയിൽ നിന്ന്, രൂപരഹിതമായവയിൽ നിന്ന് കർത്താവ് എനിക്ക് മോചനം നൽകുന്നു. കർത്താവ് പാപമോചകനാണ്. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്വരമുയർത്തി ഈശോയെ എന്ന് വിളിച്ചൊന്ന് പ്രാർത്ഥിക്കൂ. ഈശോയെ എന്ന് വിളിച്ചൊന്ന് പ്രാർത്ഥിച്ച് സ്വരമുയർത്തി പ്രാർത്ഥിച്ച് ഈശോയെ എന്ന് വിളിച്ച് യേശുവേ നീ പാപിയാണോ മകനേ, യേശുവേ നീ പാപിനിയാണോ മകനേ, യേശുവേ നീ പാപിയാണോ മകനേ, നീ പാപിനിയാണോ മകനേ, ഞാൻ നിന്റെ രക്ഷകൻ പാപമോചകൻ, നിന്റെ ജീവിതമറിയുന്നവൻ യേശുവേ യേശുനായകൻ. 2 കരങ്ങളും ഉയർത്തിപ്പിടിച്ച് നിന്റെ കുടുംബത്തിൽ ആരെങ്കിലും പാപാവസ്ഥയിൽ കഴിയുന്നുണ്ട്, ഒരുപക്ഷെ ദൈവത്തോടും ദൈവകാര്യങ്ങളോടും മല്ലിട്ട് കഴിയുന്നുണ്ടെങ്കിൽ വിശ്വസിക്കുക, എൻ്റെ ദൈവം എൻ്റെ പാപാവസ്ഥയിൽ നിന്ന് മാത്രമല്ല എൻ്റെ കുടുംബത്തിൽ ഇന്ന വ്യക്തികളിൽ കർത്താവ് ഇടപെടുന്നു. ഒരുപക്ഷെ ചിലരെ നമ്മൾ തള്ളിക്കളഞ്ഞിട്ടുണ്ടാവും. ഇവൻ ധൂർത്തപുത്രനാണ്, ഇവൻ ശരിയാകത്തില്ല, ഇവൻ തെമ്മാടിയാണ്, ഇവൻ പാപമാലിന്യ കൂമ്പാരത്തിലാണ്. എന്നാൽ ഈശോ ഇന്ന് ഈ ശുശ്രൂഷ സമയത്ത് പറയുന്നു, ആരെയും തള്ളിക്കളയുന്നില്ല. ഇതാ കർത്താവ് ചേർത്ത് പിടിക്കുന്നു. കരങ്ങൾ ഉയർത്തി അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കോ. ഈശോയെ എന്ന് വിളിച്ച് സ്തുതിക്കട്ടെ. ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. വിശ്വസിക്കുന്ന ഓരോരുത്തരും നെറ്റിയിൽ ഒരു കുരിശടയാളം വരച്ച് സ്വയം ഏറ്റെടുക്കണം. ആമേൻ. കർത്താവ് ഇതെന്നിൽ സംഭവിക്കട്ടെ, കർത്താവ് ഇതെന്നിൽ സംഭവിക്കട്ടെ. ആമേൻ ആമേൻ ആമേൻ. ഇരിക്കാം. പ്രിയപ്പെട്ടവരെ, 4ാമത്തെ വലിയ വാഗ്ദാനം, വിശ്വാസത്തിന്റെ പ്രഖ്യാപനം. ഇതാ ലൂക്കായുടെ സുവിശേഷം 25-ാം അധ്യായം 27 മുതൽ 32 വരെയുള്ള തിരുവചനത്തിൽ ലേവിയെ വിളിക്കുന്നു. 27-ാം തിരുവചനം ഇങ്ങനെയാണ്: ഇതിനുശേഷം അവൻ പോകും വഴി ലേവി എന്നൊരു ചുങ്കക്കാരൻ ചുങ്കസ്ഥലത്ത് ഇരിക്കുന്നത് കണ്ട് എന്നെ അനുഗമിക്കുക എന്ന് യേശു അവനോട് പറഞ്ഞു. അവനെല്ലാം ഉപേക്ഷിച്ച് എഴുന്നേറ്റ് അവനെ അനുഗമിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ എല്ലാം ഉപേക്ഷിച്ച് അവൻ യേശുവിനെ അനുഗമിച്ചു. മത്തായി സുവിശേഷകൻ കൃത്യം വ്യക്തമായി പഠിപ്പിക്കുന്നു, മത്തായി എന്ന ചുങ്കക്കാരൻ അത്രയും നാള് അയാള് റോമൻ അധിനിവേശത്തിന് വേണ്ടി മാത്രം അധ്വാനിച്ചു കൊണ്ടിരുന്ന, റോമാക്കാരുടെ ഏജന്റായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന മത്തായി എന്ന് പറയുന്ന ചുങ്കക്കാരൻ. ഈ ചുങ്കക്കാരൻ എന്ന് പറയുമ്പോൾ നമ്മൾ വലിയൊരു ഒഫീഷ്യൽ ജോലിയായിട്ടൊക്കെ കണക്കാക്കും. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ചുങ്കപ്പിരിവെന്നൊക്കെ കണ്ടിട്ടില്ലേ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരിൽ നിന്ന് പിടിച്ചു മേടിക്കണം. ആരും കൊടുക്കത്തില്ലല്ലോ, പിടിച്ചു മേടിക്കണം. അങ്ങനെ നടന്നിരുന്ന ഒരുവൻ, ഇന്നത്തെ ഭാഷയിലൊക്കെ പറഞ്ഞാൽ ഒരു ഗുണ്ട എന്നൊക്കെ വെച്ചോ, മറ്റുള്ളവരിൽ നിന്ന് പണം പിടിച്ചു വാങ്ങുന്നവൻ, പണം പിടിച്ചു വാങ്ങിക്കൊണ്ട് നടന്നവൻ. അങ്ങനെ നടന്നിരുന്ന മത്തായിയെ ഈശോ വിളിച്ച് സ്വഭാവം മാറ്റി.
എന്ന് പറഞ്ഞാൽ എന്ത് മനസ്സിലായി? വെറുതെ നടന്നിരുന്ന ജീവിതത്തിൽ പല പല വഴികളിലൂടെ നടന്നിരുന്നവരെ കർത്താവ് ഇങ്ങനെ വിളിച്ചാലുണ്ടല്ലോ, ആ വിളി അസാധാരണമായ ഒരു കൃപയുടെ വിളിയാണ്. ഹല്ലേലൂയ. സാധാരണക്കാരനെ അസാധാരണക്കാരനാക്കി മാറ്റുന്ന ദൈവം, സാധാരണക്കാരനെ അസാധാരണക്കാരനാക്കി മാറ്റുന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞേ, നീ സാധാരണക്കാരനാണ്, പക്ഷെ നിന്നെ ദൈവം അസാധാരണക്കാരനാക്കി മാറ്റും. പറഞ്ഞു കൊടുത്തേ. You are an ordinary person, but God will make you extraordinary person. Praise the Lord. Hallelujah. Hallelujah. മത്തായി സാധാരണക്കാരനായിരുന്നു, ജീവിതത്തിന്റെ മറ്റൊരു വശത്തിലൂടെ നടന്നവൻ കർത്താവ് ഇങ്ങനെ വിളിച്ച് ഒരു പുതിയ അഭിഷേകം നൽകി. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും ശ്രദ്ധിക്കണം. എന്തെന്നറിയോ? ഇത് പണ്ട് മത്തായിക്ക് കിട്ടിയത് മാത്രമല്ലെന്ന്, ദേ ഇവിടെ ഇരിക്കുന്ന എനിക്കും നിനക്കും ദൈവം തന്നിരിക്കുന്ന ഒരു കൃപയാണ്. ഒച്ചത്തിൽ പറ ആമേൻ, ആമേൻ. ഇത് സഭയിലെ ചിലർക്ക് മാത്രം ഉള്ളതെന്നല്ലെന്ന്. നീ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇത് സാധാരണക്കാർക്ക് പറ്റിയൊരു പണിയല്ല എന്റെ ചേട്ടാ, അങ്ങനെയല്ല ചേച്ചി, അല്ലെന്ന്. എത്ര പേർക്ക് സ്വപ്നം ഉണ്ടെന്നറിയോ ഈ പോട്ടാശ്രമത്തിലൊക്കെ വന്ന് ഇതുപോലെ പ്രാർത്ഥിക്കണമെന്ന്? എനിക്കറിയാം. യാത്രാവേളകളിൽ പല സ്ഥലത്തും ചെല്ലുമ്പോൾ നെഞ്ചുരുകി പലരും പറഞ്ഞിട്ടുണ്ട്, അച്ഛാ പോട്ടാശ്രമത്തിൽ വന്ന് ഇതുപോലെ ശുശ്രൂഷയിലൊക്കെ പങ്കെടുക്കണമെന്ന് വല്ലാത്ത ആഗ്രഹമുണ്ട് അച്ഛാ, സമയം കിട്ടണ്ടേ, കുടുംബത്തിന്റെ പ്രാരാബ്ദ്യം, ഇത്രയും ദൂരം. എന്നാൽ എൻ്റെ പ്രിയരെ, നിങ്ങൾ ഭാഗ്യപ്പെട്ടവരല്ലേ? ഇവിടെ ഇരിക്കുന്നവര്, ഓൺലൈൻ പങ്കെടുക്കുന്നവര്, നിങ്ങളെ തെരഞ്ഞെടുക്കപ്പെട്ടവരാണെന്ന്. നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. യു ആർ എക്സ്ട്രാ ഓർഡിനറി പേഴ്സൺ. നീ സാധാരണക്കാരിയല്ല, സാധാരണക്കാരനല്ല, തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ്. വലതു ഇടതു ഇരിക്കുന്നവർ കൈ കൊടുത്തോണ്ട് പറഞ്ഞേ, നീ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ഒരു മത്തായി സാറുണ്ട്. ആ മത്തായി സാറിനെ ഒന്നിങ്ങോട്ട് വിളിക്കോ. ഇവിടെ ഒരു മത്തായി സാറുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ മനുഷ്യനെ ഒന്ന് കാണണം. എന്തെന്നറിയോ? ഈ പോട്ടാശ്രമത്തില് നിങ്ങൾ വന്നില്ലെങ്കിലും എല്ലാ ദിവസവും രാവിലെ മത്തായി സാർ ഇവിടെയുണ്ട്. കേറിപ്പോര്. എല്ലാ ദിവസവും രാവിലെ മത്തായി സാർ ഇവിടെയുണ്ട്. ഞാനിത് പറയുമ്പോൾ, ഞാൻ വൈദികനായിട്ട് 20 വർഷം കഴിഞ്ഞു. പൗരോഹിത ജീവിതത്തിന്റെ ആദ്യ നാളുകൾ മുതൽ കാണുന്ന മത്തായി സാറ്, ദേ ഇങ്ങോട്ട് നോക്കിക്കേ, ഇങ്ങോട്ട് പോര് മത്തായി ചേട്ടാ. ദേ ഈ സാറ് എത്ര വയസ്സുണ്ടെന്നറിയോ? എത്ര വയസ്സുണ്ട്? 92 വയസ്സുള്ള മനുഷ്യനാണ്. നല്ല ചാക്കക്കുരു പോലെ ഇവിടെ നിന്നുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ അഭിമാനത്തോടെ നിൽക്കുന്നു. നല്ലൊരു വെടിക്കെട്ട് കയ്യടി കൊടുത്തേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരായിരുന്നു ഈ മനുഷ്യനെന്നറിയോ? മത്തായി സാറേ, ഒരു 2 വാക്കിലൊന്ന് ചെറുതായിട്ടൊന്ന് പറഞ്ഞു കൊടുത്തേ. ഞാൻ ഇന്ത്യൻ എയർഫോഴ്സിലെ ഒരു വിംഗ് കമാൻഡർ ആയിട്ട് റിട്ടയർ ചെയ്ത ആളാണ്. 38 വർഷം രാജ്യസേവനം ചെയ്തതിന് ശേഷം ഇന്ത്യൻ എയർഫോഴ്സിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ട് 1990 ഇവിടെ വന്നു. ഈ പോട്ടാശ്രമത്തിൽ ഇവിടുത്തെ ശുശ്രൂഷയിൽ പ്രവേശിക്കാൻ കാരണം എൻ്റെ ജീവിതത്തിലെ എൻ്റെ ജീവിത പങ്കാളി, ആദ്യ വിവാഹത്തിലെ ആ ജീവിത പങ്കാളിയെ എൻ്റെ മകൻ്റെ സ്നേഹിതൻ അടിച്ചു കൊല്ലുകയായിരുന്നു. ആ കൊലയാളിയോട് ധ്യാനം കൂടിയതിന് ശേഷം ക്ഷമിച്ച് അതിനുശേഷമാണ് ഒരു മാനസാന്തര അനുഭവത്തിലേക്ക് കടന്നു വന്നത്. അതിനുശേഷമാണ് ഇവിടെ കടന്നു വരാനിടയായത്. ബഹുമാനപ്പെട്ട മാത്യു നായിക്കമറമ്പിലച്ഛൻ ഡൽഹിയിൽ ധ്യാനിപ്പിക്കാൻ വന്നപ്പോൾ അച്ഛൻ്റെ ടീമിൽ അച്ഛൻ എന്നെ സ്വീകരിച്ചു. അപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെയും കർത്താവിൻ്റെ ശുശ്രൂഷയിലായിരിക്കുവാൻ ദൈവം കൃപ തന്നു. അങ്ങനെ ഇന്ത്യൻ എയർഫോഴ്സിൽ ഒരു താണ ജോലിയിൽ എയർമാനായിട്ട് ഞാൻ ചേർന്നതാണ്. 55 രൂപ ശമ്പളത്തിൽ പ്രവേശിച്ച ഞാൻ ഇന്ന് എനിക്ക് എടുക്കാവുന്നിടത്തോളം പെൻഷൻ ദൈവം തരുന്നുണ്ട്. അത്ഭുതകരമായിട്ട് ദൈവം നടത്തുന്നു. രണ്ടാമത് വിവാഹം നടത്തി പങ്കാളി റോസ്ലി ഇവിടെയുണ്ട്. റോസ്ലി എന്നേക്കാൾ കൂടുതൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ കോവിഡ് കാലം കഴിഞ്ഞതിന് ശേഷം ഞാൻ ശുശ്രൂഷയിൽ നിന്ന് പിൻവാങ്ങിയിരിക്കുകയാണ്. കാരണം എനിക്ക് ശാരീരികമായിട്ടുള്ള സ്വല്പം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. കേൾവിശക്തി ഇങ്ങനെ കുറഞ്ഞു വരികയാണ്. പിന്നെ കാലിന് ഒക്കെ വേദനയൊക്കെ ഉണ്ട്, നീരൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള അസ്വസ്ഥതകളോടുകൂടിയാണെങ്കിലും കർത്താവിൻ്റെ ശുശ്രൂഷയിൽ പങ്കുകൊള്ളാൻ, ശുശ്രൂഷയിലായിരിക്കുവാൻ ദൈവം കൃപ തരുന്നു. നല്ല കയ്യടി കൊടുത്ത്, നല്ല കയ്യടി. 92 വയസ്സിൽ എല്ലാ ദിവസവും
സ്വന്തമായി കാറോടിച്ച് ഭാര്യയുമായിട്ട് ഈ ആലയത്തിൽ വന്ന് ദേ അവിടെ ഇരിക്കും. എല്ലാ ദിവസവും സ്വന്തമായിട്ട് കാറൊക്കെ ഓടിച്ചേ. വയസ്സ് 92. എന്താ പവർ എന്നറിയോ? വചനത്തിന്റെ ശക്തി. സാധാരണക്കാരനായിരുന്നവൻ വിംഗ് കമാൻഡർ ആയിരുന്നു. ദൈവം ഒരു വലിയ തിരഞ്ഞെടുപ്പ് നടത്തി. എന്നാൽ രാജ്യസേവനത്തിൽ നിന്ന് കർത്താവ് ദൈവരാജ്യ ശുശ്രൂഷയിലേക്ക് ഉയർത്തി. നമ്മുടെ മുമ്പിൽ വലിയൊരു സാക്ഷിയാക്കി ഉയർത്തി. നല്ല വെടിക്കെട്ട് കയ്യടി കർത്താവ് ഈശോയ്ക്ക് നൽകട്ടെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് എൻ്റെ പ്രിയരെ ഒന്ന് ഉയർത്തിപ്പിടിച്ചേ, ഒന്ന് എഴുന്നേറ്റ് നിന്ന് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചേ. ഇവിടെ നിന്നുകൊണ്ട് ഈ വചനം കേൾക്കുമ്പോൾ ഓരോ വ്യക്തിയും വിശ്വസിക്കണം, സാധാരണക്കാരനായിരിക്കുന്ന നിന്റെ ജീവിതത്തെ അസാധാരണമായ കൃപകളുള്ള വ്യക്തികളായി ദൈവം ഉയർത്തും. യെസ്, ലേവിയെ കർത്താവ് ഉയർത്തിയതുപോലെ ഇതാ നിന്റെ ജീവിതത്തെയും കർത്താവ് ഉയർത്തും. കർത്താവ് നിന്നെ വിളിക്കുന്നു. നീ ഒരു കുടുംബ ജീവിതം നയിക്കുന്ന വ്യക്തിയാവും. നീ ഒരുപക്ഷെ സമർപ്പണ വഴികളിലായിരിക്കും. നീ ഒരുപക്ഷെ ജീവിതത്തിന്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിലായിരിക്കും. ആര് തന്നെയാണെങ്കിലും രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിച്ച് യേശു ഇതാ നിന്നെ വിളിക്കുകയാണ്. ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ശക്തി ഓരോ വ്യക്തികളിലേക്കും കർത്താവ് ചൊരിയുന്നു. കരങ്ങൾ ഉയർത്തി യേശുവേ എന്ന് വിളിച്ച് ദൈവത്തിന്റെ അനന്തമായ കൃപ സ്വീകരിച്ചുകൊണ്ട് ഈശോയെ എന്ന് വിളിച്ചൊന്ന് സ്തുതിച്ച് ആരാധന, ആരാധന, ആരാധന. ഓ കർത്താവേ, ഞങ്ങൾ വിശ്വസിക്കുന്നു. രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിച്ച് ഈശോയെന്നൊന്ന് സ്തുതിക്കുന്നു. ഓ ദൈവത്തിന്റെ ആത്മാവേ, ഈ ശുശ്രൂഷ സമയത്ത് ഓരോ വ്യക്തികളും അഭിഷേകം പ്രാപിക്കപ്പെടട്ടെ. സാധാരണത്വത്തെ അസാധാരണമാക്കുന്ന ദൈവത്തിന്റെ കൃപ ഓരോ വ്യക്തികളിലേക്ക് ചൊരിയപ്പെടട്ടെ. അതിശക്തമായ കൃപയിലേക്ക് കർത്താവ് ചൊരിയട്ടെ. ബലപ്പെടുത്തുന്ന ദൈവം, ബലപ്പെടുത്തുന്ന ദൈവം, ബലപ്പെടുത്തുന്ന ദൈവം, ബലപ്പെടുത്തുന്ന ദൈവം ഇതാ നിന്റെ കൂടെയുണ്ട്. ആരാധന, 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 ആരാധന. നെറ്റിയിൽ കുരിശ് പടച്ച് ആമേൻ പറഞ്ഞ് ഈ അഭിഷേകം സ്വീകരിക്കട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇരിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 5ാമത്തെ വാഗ്ദാനം ഇതാ ലൂക്കാ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 33-ാം തിരുവചനം മുതൽ വായിക്കുമ്പോൾ ഉപവാസത്തെക്കുറിച്ചൊരു തർക്കം. അതിന്റെ 36-ാം തിരുവചനത്തിൽ ഇങ്ങനെയാണ്: അവൻ അവരോട് ഒരു ഉപമയും പറഞ്ഞു. ആരും പുതിയ വസ്ത്രത്തിൽ നിന്ന് കഷണം കീറിയെടുത്ത് പഴയ വസ്ത്രത്തോട് ചേർക്കാറില്ല. അങ്ങനെ ചെയ്താൽ പുതിയ വസ്ത്രം കീറുന്നു എന്ന് മാത്രമല്ല, പുതിയ കഷണം പഴയതിനോട് ചേരാതെ തന്നെ വരികയും ചെയ്യും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈ പുതിയതും പഴയതും തമ്മിലുള്ള വ്യത്യാസത്തെ കുറിച്ച് പറഞ്ഞ് ഈശോ നമ്മളോട് പറയുന്നൊരു കാര്യം എന്നാന്നറിയാവോ? നീ ഇനിമേൽ പഴയ മനുഷ്യനല്ല. ആമേൻ, ആമേൻ. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എന്റെ സഹോദര സഹോദരി, നിന്റെ ജീവിതാവസ്ഥ എന്തു തന്നെയാണെങ്കിലും നീ വിശ്വസിക്കണം, ഞാനിനി പഴയ മനുഷ്യനല്ല. എന്റെ കർത്താവ് എന്നെ പണിതുയർത്തുകയാണ്. ഞാനൊരു പുതിയ മനുഷ്യനാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊരിന്തോസർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം 17-ാം തിരുവചനം, സെന്റ് പോൾസ് ലെറ്റർ ടു കൊറിന്ത്യൻസ്, സെക്കൻഡ് ലെറ്റർ ചാപ്റ്റർ 5 വേഴ്സ് 17, ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു. ഹല്ലേലൂയാ, ഹല്ലേലൂയ. ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കടന്നുപോയി, പുതിയത് വന്നു കഴിഞ്ഞു. ആമേൻ, ആമേൻ. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും വിശ്വസിച്ചോണം, നീ ഒരു പുതിയ വ്യക്തിയാണ്, ഒരു പുതിയ സൃഷ്ടിയാണ്. പഴയത് കടന്നുപോയി. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞ്, പഴയത് കടന്നുപോയി, നീ ഒരു പുതിയ സൃഷ്ടിയാണ്, നീ ഒരു പുതിയ സൃഷ്ടിയാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ടാണ് ഈശോയുടെ പക്കൽ വന്നു ചേരുന്ന ഓരോരുത്തരുടെയും ജീവിതം അങ്ങ് വഴിമാറപ്പെടുന്നത്. നിക്കോദേമോസിനെ കുറിച്ച് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നു, ഇരുട്ടിൽ വന്ന മനുഷ്യൻ പുറത്തു പോകുന്ന എപ്പോഴാണെന്നറിയോ? വെളിച്ചത്തിലാ പോകുന്നത്. ധ്യാനത്തിനും ശുശ്രൂഷയ്ക്കുമൊക്കെ വരുന്ന അവരുടെ മുഖഭാവം നിരാശയും ദുഃഖവും സങ്കടവും ഉത്കണ്ഠയും. എന്നാൽ തിരിച്ചു പോകുന്നവരുടെ മുഖം കണ്ടിട്ടുണ്ടോ? എല്ലാ ധ്യാനത്തിനും കാണുന്നതാണേ. എന്താ പ്രത്യേകത എന്നറിയോ? നല്ല പുഞ്ചിരിച്ച്. പ്രശ്നം മാറിയത് കൊണ്ടല്ല, രോഗം മാറിയത് കൊണ്ടല്ല, ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും മൊത്തം അങ്ങോട്ട് എടുത്തു മാറ്റപ്പെട്ടു എന്നുള്ളത് കൊണ്ടല്ല, മറിച്ച് അവരുടെ ഉള്ളിൽ ക്രിസ്തു ഭരിക്കാൻ തുടങ്ങുമ്പോൾ ക്രിസ്തുവിന്റെ കണ്ണുകളിലൂടെ ഓരോ കാര്യത്തെയും കാണാൻ പറ്റും. ആമേൻ, ആമേൻ, ആമേൻ. ആ രഹസ്യം പിടികിട്ടിയോ?
യേശുവിലായിരിക്കുന്നവൻ യേശുവിൻ്റെ കണ്ണുകളിലൂടെ ഓരോ കാര്യത്തെയും കാണും. ഇപ്പം നമ്മൾ സാധാരണ ജീവിതാനുഭവത്തിൽ നമ്മൾ ഓരോ പ്രശ്നത്തെയും കാണുന്നതും നമ്മുടെ ബുദ്ധി കൊണ്ടാണ്, നമ്മുടെ കഴിവ് കൊണ്ടാണ്, നമ്മുടെ കുടുംബ പാരമ്പര്യം കൊണ്ടാണ്, നമുക്ക് എന്തുണ്ടോ എന്നുള്ളതിനെ ആശ്രയിച്ചുകൊണ്ടാണ് നമ്മൾ കാണുന്നത്, അല്ലേ? അതെയല്ലോ ഒരു സാമ്പത്തിക പ്രശ്നം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇതെങ്ങനെ വീട്ടിൽ തീർക്കാം? നമ്മൾ ഇങ്ങനെ ആലോചിച്ച് കുറച്ചും കൂടെ കഴിയുമ്പോൾ ആലോചന തലവേദനയായി, തലവേദന വയറുവേദനയായി, നെഞ്ചരിച്ചിലായി, നെഞ്ചുവേദനയായി, കാലുവേദനയായി, പിന്നെ നമ്മൾ കിടപ്പായി, അല്ലേ? അങ്ങനെയാണല്ലോ. അതായത് നമ്മുടെ ഉള്ളിലുള്ളത് എന്താണെന്ന് ആലോചിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ ഇത്രയൊക്കെ ഉള്ളെന്ന്, അവസാനം അത് കിടപ്പിൽ അവസാനിക്കുകയുള്ളൂ. എന്നാൽ യേശുവിൻ്റെ കണ്ണുകളിലൂടെ ഒരു വിഷയത്തെ സമീപിച്ചാൽ ഇന്ന് വരെ നീ കാണാത്ത കാര്യങ്ങൾ നിന്റെ മുമ്പിൽ കാണും. ഇന്ന് വരെ തുറക്കപ്പെടാത്ത വഴികൾ നിന്റെ മുമ്പിൽ തുറക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ചെറുപ്പക്കാരൻ ധ്യാനത്തിന് ഇവിടെ വന്ന് ഒന്നാം ദിവസം എന്റെ മുമ്പിൽ പറഞ്ഞു, അച്ഛാ ദേ ഇത്രത്തോളം അവനെ കുറിച്ച് എന്നെ പറയാ, അച്ഛാ ഇത്രത്തോളം എരണം കെട്ട ഒരുത്തൻ അച്ഛൻ കണ്ടിട്ടുണ്ടാവില്ല. ദേ ഞാൻ ചോദിച്ചു, എന്താണ് നീ ഇങ്ങനെ നിന്നെ കുറിച്ച് പറയണത്? എന്നെ കുറിച്ച് എൻ്റെ വീട്ടുകാരും നാട്ടുകാരൊക്കെ പറയണത് അങ്ങനെയാ അച്ഛാ. എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയി. ഞാൻ പറഞ്ഞു, നിന്നെ കണ്ടാൽ അങ്ങനെ തോന്നത്തില്ലല്ലോ. അത് ശരിയാ, പുറമേ കണ്ടാ തോന്നത്തില്ല, പക്ഷെ എൻ്റെ അവസ്ഥ എങ്ങനെ അച്ഛാ? ഇത്രത്തോളം എന്തൊരു ജീവിതം, ഒരു ഭാഗ്യവും ഇല്ലാത്തൊരവസ്ഥ. എനിക്ക് മാത്രമേ ഇങ്ങനെയുള്ളൂ ചിന്തിക്കുന്നുണ്ടാവും ചിലര്, ഇല്ലേ? ചിലരുടെ ഉള്ളിൽ വല്ലാത്തൊരു തിങ്ങലും വിമ്മലൊക്കെ ഉണ്ടാവും. എനിക്ക് മാത്രം എന്താ ഇങ്ങനെ? ഒരു ഭാഗ്യവുമില്ല, ഒരു കഴിവുമില്ല. എന്തിനാ എൻ്റെ ജീവിതം? ഞാനിങ്ങനെ വല്ലവർക്കും വേണ്ടി വെച്ച് വിളമ്പി തീരാനുള്ള ഒരു ജീവിതം, എൻ്റെ ജീവിതം കൊണ്ട് എന്താ മെച്ചം? എന്നാൽ നീ ഓർക്കണം, നീ നിന്നെ തന്നെ ഭാഗ്യക്കേടെന്നും എരണം കെട്ടവനെന്നൊക്കെ നീ നിന്നോട് തന്നെ പറയുമ്പോൾ നിന്റെ നെറ്റിയില് കർത്താവ് ഒരു കാര്യം കുറിച്ചു വെക്കുന്നു. നീ ഒരു പുതിയ സൃഷ്ടിയാണ്. നീ പഴയ ജീവിത അവസ്ഥയിൽ നിന്ന് പുറത്തു വന്നാൽ, യേശുവിന്റെ കണ്ണുകളിലൂടെ കാര്യങ്ങൾ കാണാൻ ശ്രമിച്ചാൽ നിന്റെ ജീവിതത്തിന്റെ ഗതി മാറും. വലതുകരം ഉയർത്തി ഉച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഒന്ന് ചാടി എഴുന്നേറ്റ് നിന്നെ രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി ഒന്ന് പിടിച്ച് കണ്ണുകളടച്ച് ഓരോരുത്തരും വിശ്വസിക്കണം, നിന്റെ ജീവിതത്തിൽ ഭാഗ്യപ്പെട്ട ചില അനുഭവങ്ങളിലൂടെ കർത്താവ് നയിക്കുകയാണ്. ഒരുപക്ഷെ നീ നിന്നോട് തന്നെ ചിന്തിക്കും, ഭാഗ്യമില്ലാത്ത ജീവിതം, ഈ ദാരിദ്ര്യം പിടിച്ച കുടുംബത്തിൽ ഞാൻ പിറന്നല്ലോ, എൻ്റെ കുടുംബാവസ്ഥ അത്രമേൽ ഭാഗ്യമില്ലാത്തതാണ്, ഒരു നന്മയുമില്ലാത്തൊരു വീടാണ്, എൻ്റെ വീട്ടിലെ ദാരിദ്ര്യം എന്നെ കാണാൻ കൊള്ളത്തില്ല, അപകർഷതാബോധത്തിൻ്റെ അങ്ങേയറ്റമായിരിക്കും, എൻ്റെ ജീവിതത്തിൽ എനിക്ക് വിദ്യാഭ്യാസ യോഗ്യതയില്ല, ഒരു കഴിവുകളുമില്ല, ആരും എന്നെ സഹായിക്കാനില്ല, രാഷ്ട്രീയക്കാരെന്നെ സഹായിക്കുന്നില്ല, വീട്ടുകാരെനിക്ക് സഹായത്തിനില്ല, എനിക്കൊരു കൂട്ടുകാരനോ കൂട്ടുകാരിയോ പോലുമില്ല, ഞാനിങ്ങനെ ഒറ്റപ്പെട്ട് കഴിയുന്നു, ഞാൻ ഭാഗ്യം കെട്ട ജീവിതമാണ്. എന്നാൽ നിന്റെ ഭാഗ്യം കെട്ട ജീവിതാവസ്ഥയെ കർത്താവിത വിശുദ്ധീകരിച്ച് ഭാഗ്യമുള്ളതാക്കി മാറ്റുന്നു. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചോ. നീ ആരുമില്ല എന്ന് വിചാരിക്കരുത്, കർത്താവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. നിന്റെ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടുവെന്ന് ചിന്തിക്കരുത്, കർത്താവ് നിനക്ക് വേണ്ടി ഒരുക്കും. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് യേശുവേ എന്ന് വിളിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഓ ദൈവത്തിന്റെ ആത്മാവ് ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളിലും അത്ഭുതകരമായിട്ട് ഇടപെടണമേ കർത്താവേ, അങ്ങ് ഇടപെടണമേ. വിക്കനായ മോശയെ ഉയർത്തിയതുപോലെ, വിശ്വാസികളുടെ പിതാവായ അബ്രാഹത്തെ ഉയർത്തിയതുപോലെ, നോഹയെ ഉയർത്തിയതുപോലെ, സാംസനെ ഉയർത്തിയതുപോലെ, ഇതാ സക്കറിയ പ്രവചനത്തെ പോലെ, ദാവീദിനെ ഉയർത്തിയതുപോലെ, സാംസീനെ ഉയർത്തിയതുപോലെ എന്റെ ജീവിതത്തെയും ഉയർത്തണമേ. കരങ്ങൾ ഉയർത്തി ഈശോയേ, പറഞ്ഞാലും വിശ്വസിക്കാത്ത ആമേൻ പ്രവൃത്തിയും ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലും
സമ്മതിക്കാത്ത പ്രവർത്തികൾ പ്രവർത്തിയും നാഥൻ ചെയ്യാൻ ഒന്ന് ചേർന്ന് പാടിക്കെ. പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത, ഞാനാരും വിശ്വസിക്കാത്ത ആമേൻ. പ്രവർത്തിയും ദൈവം ചെയ്യാൻ പോകുന്നു. ഈശോയേ. കേട്ടാലാരും ആമേൻ. സമ്മതിക്കാത്ത യേശുവേ. പ്രവർത്തിയും നാഥൻ ചെയ്യാൻ രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി ഹബക്കൂക്കിന്റെ പ്രവചനം 1:5 ഏറ്റെടുത്ത് പ്രാർത്ഥിക്കട്ടെ. പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്തൊരു പ്രവൃത്തി എന്റെ ദൈവം എനിക്ക് വേണ്ടി ഈ നാളുകൾ ചെയ്യും. ഓ ദൈവമേ, ഞാൻ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു, വിശ്വസിക്കുന്നു. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്വരമുയർത്തി ഈശോയെ എന്നൊന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ഓ കർത്താവേ, അത്ഭുതകരമായ കൃപ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളിലും അത്ഭുതകരമായിട്ട് ഇടപെടട്ടെ. തടസ്സങ്ങൾ മാറ്റുന്ന ദൈവമേ, ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ശക്തി ഇന്നേ ദിവസം ചൊരിയപ്പെടട്ടെ. ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. രാജ്യത്തെ തിരുനാളിന്റെ ഈ മഹാ തിരുനാൾ ദിനത്തിൽ നിങ്ങൾക്കൊരു കുഞ്ഞു ഹോംവർക്ക്. മത്തായിയുടെ സുവിശേഷം, ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം, ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 5, വെറും 39 വചനങ്ങളുള്ള ഒരു അധ്യായം. 5 വാഗ്ദാനങ്ങൾ കർത്താവ് നൽകുന്നു. എനിക്കും നിനക്കും അനുഭവിക്കാൻ കർത്താവ് ഒരുക്കിയ വാഗ്ദാനമാണ്. ഈ വാഗ്ദാനങ്ങൾ ഇന്നത്തെ ദിവസത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് ഈ 5-ാം അധ്യായം സാവധാനം വായിക്കണം. ഈ പറഞ്ഞ 5 വാഗ്ദാനങ്ങൾ കർത്താവ് എനിക്കും നിനക്കും വേണ്ടി ഒരുക്കിയിരിക്കുകയാണ്. എഴുതി വച്ചിരിക്കുന്ന വാഗ്ദാനം നമ്മൾ ഭക്ഷിച്ചാൽ അത് നമ്മുടേതായി മാറും. ഇത് നമ്മൾ ഭക്ഷിച്ചില്ലെങ്കിൽ അത് അവിടെ തന്നെ ഇരിക്കും. വിളമ്പി വെച്ചിട്ടുണ്ട്, ഭക്ഷിക്കണോ വേണ്ടയോ എന്നുള്ളത് നമ്മുടെ തീരുമാനം. ഭക്ഷിച്ചാൽ അത് നമ്മുടെ സ്വന്തമാകും, നമ്മുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായിട്ട് മാറും. പ്രൈസ് ദി ലോർഡ്.